കിന്നാരം പറയുമ്പോ എനിക്കൊരു പുണ്യാളന്റെ പവറ്, എനിക്കൊരു പുണ്യാളന്റെ പവറ്. ഈ ലോകം എനിക്കൊരു പള്ളി, അതിൽ നാണുവാശാനൊരു പാതിരി. അപ്പൊ ഞാനാ കുപ്പി കള്ളടിച്ചാൽ തല കുത്തി താലൊഴും ഞാനൊരു തടിയൻ പറയുമ്പോ എനിക്കൊരു പുണ്യാളന്റെ പവറ്, എനിക്കൊരു പുണ്യാളന്റെ പവറ്. പറയിച്ച താനൊരു സംഗതി അറിഞ്ഞ? അതെന്താണോ? പാലക്ക കടവിൽ ഞാൻ മീൻ വാങ്ങാൻ ചെന്നപ്പോ പരിമളം നേരിക്ക് ശൃംഗാരം. മീൻ വാങ്ങാൻ ചെന്നപ്പം പരിമളം നേരിക്ക് ശൃംഗാരം. എന്റെ കർത്താവേ, അഞ്ചാറ് മത്തിക്ക് വില തേച്ച് നിന്നപ്പോ അവളെന്നെ ഒളി കണ്ണാൽ വല വീശി. എന്തോ? അവളെന്നെ ഒളി കണ്ണാൽ വല വീശീന്ന്. അതെ, ആശാന്റെ ചന്തം കണ്ട എന്നെ കണ്ട ഏത് പെണ്ണും വീഴും മോനെ. ഇളവയിൽ തലയില് നാരം പറയുമ്പോ എനിക്കൊരു പുണ്യാളന്റെ പവറ്, എനിക്കൊരു പുണ്യാളന്റെ പവറ്. കർത്താവ്, ഇന്ന് ക്രിസ്തുമസ് അല്ലേ? ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണം. ആഘോഷിക്കാം. ചത്തമ്പി ശങ്കരൻ തെങ്ങി നിറക്കണ പുത്തൻ കുടത്തില് തേന്. ചത്തമ്പി ശങ്കരൻ തെങ്ങി നിറക്കണ പുത്തൻ കുടത്തില് തേന്. മത്തി പൊരിച്ചതും മരച്ചീനി വെച്ചതും കൂട്ടിനൊരിത്തിരി കാന്താരി. ഇളവയിൽ തലയില് നാരം പറയുമ്പോ എനിക്കൊരു പുണ്യാളന്റെ, എനിക്കൊരു പുണ്യാളന്റെ പവറ്. ഈ ലോകം എനിക്കൊരു പള്ളി, അതിൽ നാണുവാശാനൊരു പാതിരി. ഇന്ന് ക്രിസ്മസ് നേരത്തെ മൂത്തല്ലോ. എവിടെ തുടങ്ങിയില്ല? നമുക്ക് തുടങ്ങാം. ഇനിയും തരാം, ഇനി ഒരെണ്ണം ഇനി ഒന്നുകൂടെ കാണണല്ലോടാ മച്ചി. അതെവിടെ പോയി? എടി നളിനി, ഇന്ന് നിന്റെ അച്ഛനും എന്റെ അപ്പച്ചനും നല്ല ഫോമില. മച്ചി, അത് ഒരു മീനെടുത്ത് ഇറക്കിക്കൂടെ, ഒരെണ്ണം പുന്നമൂട്ടിലും കൂടെ. പിന്നെ ഒരു കാര്യം, ഇന്ന് എല്ലാവർക്കും പുന്നമൂട്ടിലോ ആഹാരം ആട്ട തീ പോകുന്നെന്ന് കണ്ടാൽ ഞാൻ എന്റെ വിധവങ്ങ് മാറും. അച്ഛൻ, ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പുന്നമൂട്ടിൽ വന്ന് ക്രിസ്തുമസും കഴിഞ്ഞ് പാത്രം കഴുകി വെച്ചിട്ട് അറക്കിലോട്ട് പോകും. പാത്രം ഞങ്ങൾ പെണ്ണുങ്ങൾ കഴുകിക്കോളാം, അല്ലേ അച്ഛാമ്മ? അതെ. എടാ പാപ്പി, തൊമ്മിയും ഭാർഗവനും വേണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവര് പടക്കവും പഠിച്ചിട്ട് വരും. ആ അരച്ചാക്കരി വീട്ടിലേക്ക് ഇട്ട്. അച്ഛാമ്മേ, ഇത്തവണ നമുക്ക് ദേവയെ കൊണ്ട് പശുവിറച്ചി നീറ്റിക്കണം. കൊറേ തിന്നു. ഓടൂ, മറിയിച്ചിനും അച്ഛാമ്മയ്ക്ക് തിന്നാമെങ്കിൽ പിന്നെ നിനക്ക് തിന്നാൻ എന്താടി? നിങ്ങൾക്ക് തിന്നാം, കള്ളിന്റെ പുറത്താവുമ്പോ അറിയത്തില്ല. നീ ഒരു കാര്യം ചെയ്തോ, ഈ ക്രിസ്മസ് മുതൽ തുടങ്ങിക്കോ. അപ്പച്ച കാപ്പി. എടീ ഭഗതിയില്ലാത്ത മോളെ, ഇന്ന് എന്ത് ദിവസമാണെന്ന് നിനക്ക് അറിയാമോ? എന്ത് ദിവസമാണ്? എന്താ ഗണേശ് ഈ കാണിക്കുന്നത്? ഉണ്ണിയേശു പിറക്കണ ദിവസമായിട്ട് ഇന്ന് കാപ്പി കുടിക്കും.
വീഞ്ഞല്ലേ കുടിക്കേണ്ടത്? എന്റെ വളവിലില്ലാത്തോണ്ട് പോയി ഒരു മുദ്ദ വെള്ളം എടുത്തോണ്ട് വാ. ആദ്യം ഇത് കുടിക്കും. ഇപ്പൊ തന്നെ നല്ലതുപോലെ ഉണ്ടല്ലോ, പിന്നീടാകാം. ഗ്രേസിക്ക് കേക്കണോ? കഴിഞ്ഞ കൊല്ലം ക്രിസ്മസിന് കള്ളു തീർന്നപ്പോ തെങ്ങേ കയറി കുടം കെട്ടാനാണ് നമ്മുടെ അച്ഛൻ പാർട്ടി. കള്ളു തീർന്ന ഇക്കൊല്ലവും കക്കും. സത്യത്തിൽ നിന്റെ അച്ഛൻ നായല്ലേ ചോവനാ? ശരിയാ പറയിച്ച, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. നാളുവാരുടെ ശരീരത്തിൽ തെങ്ങിന്റെ ചൂരുണ്ടോ? കാഷ്ട, അവക്ക് അങ്ങനെ തന്നെ വേണം. അവക്കൊരു എല്ല് കൂടുതലാ. തൊടാനും ഓ, ഇനിയിപ്പൊ തൊടാനും പിടിക്കാനും ഒന്നും ഉണ്ടാക്കാൻ സമയമില്ല. ഇന്നലത്തെ മീൻ പറ്റിച്ച് തിരിപ്പുണ്ട്. ആ, പിന്നെ അത് മതി. അങ്ങനെ മോള് വെള്ളമുണ്ടോ? പാപ്പി ഇങ്ങോട്ട് കൊണ്ടുവരാ. ഒളിച്ചു വയ്ക്കണം വെച്ച് പാപ്പി. എന്താ സമ്മതിക്കത്തില്ല. ഇവിടത്തെ ആളിനെ നിങ്ങൾ ഉണ്ടാക്കുന്ന അവിയല് വലിയ ഇഷ്ടാ. അതുണ്ടാക്കാൻ എന്നെ ഒന്ന് പഠിപ്പിച്ചു തരണേ. കഴിഞ്ഞ ഓണത്തിന് അച്ചാമ്മ ഉണ്ടാക്കിയ സാമ്പാർ ഞങ്ങളുടെ ആളിന് വലിയ ഇഷ്ടമായി. അച്ചാമ്മയ്ക്ക് അടുക്കള പണിയൊക്കെ എന്നെക്കാൾ അറിയാമല്ലോ. ഞങ്ങൾക്ക് ഈ ഇറച്ചിയും മീനും ഉണ്ടാക്കാനല്ലാതെ വേറെ എന്തറിയാം? നമ്മുടെ ഗ്രേസിക്ക് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ നല്ലോണം അറിയാം കേട്ടോ. ആ, അന്യ വീട്ടിൽ പോകേണ്ട പെണ്ണല്ലേ, ഒക്കെ പഠിക്കട്ടെ. ആഹാ, പിണ്ടികൾക്ക് ഇതുവരെ കത്തിച്ചില്ലേ? ഇപ്പം കത്തിച്ചു തീരും. ആ, ഞാൻ രാത്രി പള്ളിയിൽ പോകുന്നത്. നീ വരുന്നോ? അമ്പലത്തിലോ പോണില്ല, എന്നാ പള്ളിയിലെങ്കിലും ഒന്ന് പോണ കുറവാരാ ശാലം ഒഴിച്ചു. അത് നേരാ. ഞങ്ങളുടെ പള്ളിയിലെ ആർക്ക് വേണേലും കയറാം. നിങ്ങൾ അമ്പലത്തിൽ കേട്ടിട്ടില്ലല്ലോ. ഞങ്ങളുടെ പള്ളിയിലെ ഏത് ജാതിക്കാർക്ക് വേണേലും കയറാം. അതിനൊരു കാര്യമുണ്ട് പറഞ്ഞാ, ഈ കുളിക്കാനും പല്ലിക്കാനും പള്ളിയിൽ പോകുന്ന പോലല്ല അമ്പലത്തില്. അവിടെ കുറച്ച് ശുദ്ധം വേണം. ആ, ഏതായാലും നീ പോകുമ്പോ എന്നെ കൂടെ വിളിക്ക്. ഉറക്കം വന്നില്ല ഞാനും വരാം. ഒന്ന് കുളിക്കാം. എടാ, ഒന്ന് പെട്ടെന്ന് കത്തിച്ചു തീർക്കണ. ആ, ഇത് തീയല്ലേ? വെള്ളം തീർന്നെങ്കിൽ പറയണേ. നീ വിളക്കൊന്ന് കത്തിച്ചു തീർക്കണ. കുളിത്താൻ ചെട്ടവന് അവൻ ഇങ്ങോട്ട് വരാനുള്ള സൂത്രമാ. വേണമെങ്കിൽ ശകലം. വേണ്ട വേണ്ട, അവൻ അവിടെ ഇരുന്ന് ശ്വാസം മുട്ടട്ടെ. കേട്ടോ തമ്മി? നീ സാവകാശമായിട്ട് വന്നാ മതി. ഇല്ലില്ല, എന്റെ പണി തീർന്നു. മറ്റവനെന്തിയടാ കുരുവിരുത്തക്കണ്ട ഭാർഗവൻ? അവനാണ് ആകാശത്തിലിരിക്കുന്നു. ഞാനിവിടെ ഉണ്ട്. വേഗം ഇറങ്ങി വാടാ. അതേ, ഇപ്പൊ തീരും. നമ്മൾ ഈ നാടൻ പരിപാടി നിർത്തി. കഴുത്ത് കണ്ടിച്ചാലും ഞാനിങ്ങനെ തൊടൂല. അത് കാര്യം വേറെ. ഭയങ്കര കേറിയ മാറിയല്ല, ഇറങ്ങാൻ കഴിയില്ല. വേഗം വാ, വേഗം വാ, വാ, വേഗം വാ. അതിന്റെ ഓട്ടം വേണ്ട, ജയിലിൽ ഇറങ്ങി വരുന്ന ഭാര്യ. എനിക്കിപ്പോ നാടൻ ഇഷ്ടമല്ല. നിന്നോട് ആരെങ്കിലും പറഞ്ഞോടാ കുടിക്കാൻ? തൊമ്മിക്ക് ഇഷ്ടമാണോ? ക്രിസ്തുമത്തല്ലേ, നിർബന്ധമാണെങ്കിൽ ശകലം അടിച്ചേക്കാം. അയ്യോ, ഞങ്ങൾക്ക് ആർക്കും നിർബന്ധമില്ല. ഒരു നിർബന്ധമില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് നാടൻ ഇഷ്ടമല്ല. അന്ന് കുന്നേരെ ജോണിച്ചാൻ വരുമ്പോ ഒരു ചുവപ്പ് സാധനം കൊണ്ടുവന്നിരുന്നു. എന്താ സോർട്ട് ഉണ്ടാക്കുന്ന വിസ്പി. അതിനുശേഷം ഞാൻ ഈ നാടനായുള്ള ബന്ധം നിർത്തി. നീ എടുത്ത് കുടിച്ചോടാ തമ്മി. ഇതെങ്ങനെ മനുഷ്യൻ എനിക്ക് ശകലം മതി, ശകലം മതി. പാവം ഭാർഗവനെ, അവൻ ആപ്പിലായി പോയി. അവന്റെ ഒരു ലണ്ടനും ഒരു വിസ്പി. ഭാർഗവ, നിനക്ക് തീരെ വേണ്ടായോ? ഞാൻ കുടിക്കില്ല, കുടിക്കില്ല. എടാ തൊമ്മി, നീ ഒരു കാര്യം ചെയ്യ്, അവന്റെ പങ്കോട് എടുത്ത് കുടിച്ചോ.
ആ കുടിച്ചോ കൊട്ടോടെ കരട് ഉരുകി പോകുമോളെ കേട്ടോ. അവന് ചോദിച്ചാലും വേല, ആർക്ക് അടക്കാനും വയ്യാത്ത മട്ടിലായി. എടോ, ഇവൻ എങ്ങോട്ടാ ഈ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരുന്നത്? നമുക്കൊന്ന് പോയി നോക്കാം. ഓ എന്താ മാതാവേ. പള്ളി പോന്നോ? പിന്നെ പാതിരാ കുർബാനയ്ക്ക് ഉണ്ണിയേശു പിറക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണെന്നോ. ഞാനും വരുന്നു. അയ്യേ, നായന്മാര് പള്ളിയിൽ പോവോ? കുരിശ് വരയ്ക്കാൻ അറിയാമോ? പിന്നെ അയ്യോ, ഇങ്ങനെയാണോ കുരിശ് വരയ്ക്കുന്നത്? അങ്ങനെയല്ല, ഇങ്ങനെ കാണിച്ചേ. അയ്യോ, അങ്ങനെയല്ല. ഇതെന്ത് നായർ ചെറുക്കനാ? എനിക്ക് പള്ളിയിൽ പോവാൻ നേരമായി. അല്ല, അതിന് ഉണ്ണിയേശു ജനിക്കാൻ നേരമായില്ലല്ലോ. അതിനൊരുപാട് നേരം എടുക്കും. അയ്യോ, പാതിരാ കുർബാനയ്ക്ക് നേരമായില്ല. അതിനു മുമ്പേ സാധനം അങ്ങ് തീർന്നു. നീ പോണതുമ്മി, അടുത്ത ക്രിസ്മസ് വരെ കഴിയാനുള്ള സാധനം എന്റെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ തെങ്ങയിലല്ലേ കള്ളിരിക്കുന്നത്, നമുക്ക് എപ്പോ വേണമെങ്കിൽ കയറി എടുക്കാൻ മേലേ. അവനെന്തേ നമ്മുടെ ഭാർഗവൻ? അവനല്ലേ നാണവമ്മാവിന്റെ മുമ്പ് ഇരിക്കുന്ന. നാണുവശാല് മുമ്പല്ല, നാണുവശാല് പിമ്പ്. ഒരു തമാശകളോ അവരിഞ്ഞിട്ട് വരാനൊക്കത്തില്ല. കിളച്ചിട്ട് കള്ളച്ചാരായ പിടിച്ചാലേ നാണിച്ചു നിൽക്കുക. നാളം വിനോദം. തനിക്ക് ഞങ്ങളുടെ കരോൾ പാട്ട് അറിയാം? ക്രിസ്മസിന് പാടുന്ന കരോൾ പാട്ട്. ഒന്ന് വെറുതെ ഇരിയാളിയാ. ജനിച്ച അന്ന് തൊട്ട് ഞാൻ തന്റെ കൂടെ അല്ലേ ജീവിക്കണത്. ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് വെച്ച് അജ്ഞാനികളാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത്. അല്ലേ? എന്താ ഒന്ന് പങ്കജാക്ഷൻ കടൽ വന്നൻ വാസുദേവൻ ജഗന്നാഥൻ ഒരുമിച്ചു ചന്ദ്രമോദം ദ്വാരകയിൽ വസിക്കും കാലം വരികയോ പങ്കജാക്ഷൻ കടൽ വന്നൻ വാസുദേവൻ ജഗന്നാഥൻ നാരദാദി മുനിമനൻ മന്ദിരം കൃഷ്ണൻ പാതിരാത്രിയും കഴിഞ്ഞു കോഴി പോകുന്നതും കേട്ടു കളിയും നാളെയാകട്ടെ പാതിരാത്രി കഴിഞ്ഞു കോഴി പോകുന്നതും കേട്ടു കളിയും നാളെയാകട്ടെ വാസുദേവൻ ജഗന്നാഥൻ നാരദാദി മുനിമനൻ മന്ദിരം കൃഷ്ണൻ വാസുദേവൻ ജഗന്നാഥൻ നാരദാദി മുനിവരൻ. അയില 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 പെടക്കണ അയില രൂപയ്ക്ക് 3 ആയ. വെറുതെ അല്ലേ പരിമള പേര് വിളിക്കുന്നു. പക്ഷേ തെന്നിന്റെയും മീനിന്റെയും നിന്നെ കൂടെ നാട്ടിൽ ഒരുമിച്ച് വരുമ്പം ഛർദിക്കാൻ വരുന്നു. എടോ എടോ, കാലത്തെ മീൻ വെച്ച് സ്ഥലമിടാൻ നോക്ക്. ആറ്റ എനിക്കല്ല, തന്റെ ചീഞ്ഞ മീനാ.
അയില അയില പിഴക്കുന്ന അയില 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 അയല അയല രൂപയ്ക്ക് 2. പിഴക്കുന്ന അയില രൂപയ്ക്ക് 3. എടോ രൂപയ്ക്ക് 2 വെച്ച് വിറ്റാ മതി. ഞാൻ 3 വിൽക്കും. നിനക്കെന്താ ചെയ്തം? 3 ഇവിടെ വെച്ച് വിൽക്കാൻ നോക്കൂല, 2 വെച്ച് വിറ്റാ മതി. ആ എന്റെ ചരക്ക് എനിക്ക് ഇഷ്ടമുള്ള പോലെ വിൽക്കും. ആ അയല അയല പുഴുത്ത അയല രൂപയ്ക്ക് 3, പിടയ്ക്കുന്ന അയല രൂപയ്ക്ക് 2. തന്റെ കച്ചവടം ഞാൻ ഒതുക്കിക്കളാം കേട്ടാ, എന്നോട് കളിക്കരുത്. ആ ദേ എന്നെ ചൊറഞ്ഞേറ്റത് കേട്ടാ. എടി നിന്റെ ചൊറിച്ചിൽ മറ്റേ എന്നെ കൊണ്ട് സാധിക്കില്ല. തന്റെ ഒരു പുഴുത്തം ഇട്ടുണ്ട് നിന്നെ ഞാൻ അയ്യോ കർത്താവേ. എഴുപത്തെ പെണ്ണിന്റെ മുമ്പ് നീ തോറ്റു പോയടാ. നീ എന്തിനാണ് ഈ കൊമ്പീശ വെച്ച് നടക്കുന്നത്? എന്ത് ചെയ്യാം, പെണ്ണായി പോയില്ലേ. ഓ ഇല്ലെങ്കിൽ കൂടെ ഉണ്ടാക്കിയേനെ. എടോ നോപ്പളെ, തനിക്ക് ഇവിടെ സ്വഭാവം അറിയാൻ വയ്യ. എന്തേ പറഞ്ഞ് കൊടുത്തു മേടിക്കാൻ നടക്കുന്നത്? ഓ ആ അയല അയല രൂപയ്ക്ക് 2, പിടയ്ക്കുന്ന അയല രൂപയ്ക്ക് 2, രൂപയ്ക്ക് 2 അയല. അളവ് കുറവാണോ അറിയിച്ച മലയാളി? തവിനറിഞ്ഞില്ല. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ എന്താ വിലയുണ്ടെന്ന് ആ ചേട്ടത്തിന്റെ വിചാരം? തേങ്ങ പൊതിച്ച് കൊപ്രയാക്കി ചക്കരിട്ടാട്ടി വെളിച്ചെണ്ണ ആക്കുമ്പോ എന്തോ വരും. 5 പൈസക്ക് പല്ലുമുട്ടായി. ചെറുപ്പത്തിലെ മധുരാധികം തിന്നരുത്, മൂത്രൊഴിവിന്റെ സൂക്കേട് പിടിക്കും. അനുഭവം കൊണ്ട് വാങ്ങുന്നതാടാ. നീ ആ കാശിന് പിണ്ണാക്ക് വാങ്ങിച്ചു തിന്നെ, വയറെങ്കിലും നിറയും. എന്തോ പറയുന്നു, പിണ്ണാക്ക് വേണോ അല്ലെ പല്ലുമിഠായി വേണോ? എടാ ബേബി, ഞാൻ ഇപ്പൊ ഒരാ ചിട്ടിക്കാരനാണ് കാണുന്നത്. ദേവിച്ചായനോട് ഒറ്റയ്ക്കുള്ളപ്പോ ഒന്ന് വരണമെന്ന് ഞാൻ കുറെ നാളായി വിചാരിക്കണം. എന്താ മേരി പ്രത്യേകിച്ചൊരു വിശേഷം? അല്ല, എന്നോട് ഏതാണ്ട് ചോദിക്കാനോ പറയാനോ മറ്റോ ഉണ്ടെന്ന്. ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. കാലം ആലോചിക്കുമ്പോഴേ കാര്യം അറിയരുതോ ദേവിച്ചായ? എന്നാലേ എനിക്കൊന്നും ചോദിക്കാനുമില്ല പറയാനുമില്ല. എനിക്കൊരു ബ്ലൗസിന്റെ തുണി തരുമോ? അതിനല്ലേ കടം തുറന്നു പിടിയിരിക്കുന്നത്. ഇട്ടാ ബോഡീസ് കാണണം, തിളങ്ങണം, വിലയും കുറഞ്ഞിരിക്കണം കേട്ടാ. അത് മതി. ഒന്ന് നിവർന്നല്ലേ, എന്റെ അളവ് തെറ്റും. 80 സെന്റിമീറ്റർ മതി കേട്ടാ. ആഹാ, കടയിൽ പോവാതെ കറങ്ങി നടക്കുക. ഞാൻ ആ ചിട്ടിക്കാരനെ തിരക്കി പോയതാ, കണ്ടില്ല. ഏത് ചിട്ടിക്കാരൻ? വീട്ടിൽ വെച്ചോ ഒന്ന് കാണാൻ സൗകര്യമില്ല. എന്നാ പിന്നെ നാട്ടുവഴിയിലാക്കാന്ന് വെച്ചല്ലേ? എന്താ നിനക്ക് പേടിയുണ്ടോ? പേടിക്കേണ്ടവരെയൊക്കെ പേടിക്കണ്ടേ പ്രവേട്ട? എനിക്ക് തോന്നുന്നത് അച്ഛനും അപ്പച്ചനും ഒക്കെ സമ്മതിക്കുമെന്ന. എനിക്ക് വിശ്വാസമില്ല. നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ? അതുകൊണ്ടല്ലേ ഈ കുടുങ്ങി കിടക്കുന്നത്. ആഹാ, എന്നാ ഞാൻ നോക്കിക്കോളാം. സാറ് കുറെ നേരമായി നിന്ന് സൊള്ളുന്നു. ബേബിച്ചായനെ അന്വേഷിക്കുന്നുണ്ടോ? വേഗം കടയിൽ പോവാൻ നോക്ക്. എന്താ ബോറടിച്ചോ? ബോറാകാതിരിക്കാൻ വേണ്ടിയാ. എന്താ പാപ്പി? അധികാരി കാളയുടെ ഉണ്ടിച്ച് ജീപ്പ് മുട്ടിച്ച് എന്നിട്ട് കാണാതെ കൊണ്ടിക്കൊന്നും പറ്റിയ ചങ്ങിട്ടുണ്ട്. പോകുന്ന അത് തന്തയ്ക്ക് വിളിച്ച്. സാരമില്ല, നിനക്ക് തന്തയില്ലല്ലോ. എന്റെ തന്തക്കല്ല, വറീച്ചന്റെ തന്തക്ക്. അപ്പ ചോദിക്കണം. പറയിച്ചെന്റെ തന്ത ഞാൻ കണ്ടിട്ടുള്ള. ആഹാ, നീ വേണം വെച്ചി അങ്ങനെ തന്തയുണ്ടോന്ന് ഞാൻ നീ ചോദിക്കട്ടെ. അച്ചിപ്പാപ്പി ആളുമാകും, ആ കാര്യം ഒന്നും കാണുന്നില്ല. എന്തായി ഗ്രേസിയുടെ കല്യാണാലോചന? അവള് സമ്മതിക്കണ്ടേ? ഇക്കാലത്ത് അഴകും അലങ്കാരവും ഒക്കെ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? 10 പണം കയ്യിലുള്ള ചെറുക്കനാണോ പെണ്ണിന് സുഖമായി? ഞാൻ എപ്പോഴും ആലോചിക്കും, നമ്മൾ ഒരു ജാതിയായിരുന്നെങ്കിൽ പെണ്ണിനെയും ചെറുക്കനെയും തിരക്കി നാട് മുഴുവൻ നടക്കണ്ടായിരുന്നു. ഇന്നാണ് ഈ പ്രഭാരം വീട്ടിൽ പറയുവാ അവന് പള്ളിയിലച്ഛനാവാൻ വലിയ കൊതിയാണെന്ന്. നമ്മുടെ ഗ്രേസി ഇവിടെ പറയും അവർക്ക് സന്യാസിയായാൽ മതിയെന്ന്. അതൊക്കെ സൂത്രമല്ലേ അച്ചാമ്മേ? നമ്മൾ വളർന്ന കാലഘട്ടമാണോ ഇത്? ഇതുങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് വേറെ. ഓ, നേരെ ഒരുപാടായി. അത്താഴത്തിന് അരിയിച്ചിട്ടില്ല. ഞങ്ങളുടെ വീട്ടുകാരൻ രാത്രി ഗോതമ്പാക്കിയ പിന്നെ ഇരട്ടി പണിയാ.
1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും, 4 വെച്ചാൽ 8 കിട്ടും, 8 വെച്ചാൽ 16 കിട്ടും. ആർക്കും വെക്കാം, എന്തും വെക്കാം, ഏതും വെക്കാം, എപ്പോഴും വെക്കാം. രാജാവേ കണ്ടോ, കമ്പനിക്ക് ലാഭം, കമ്പനിക്ക് ലാഭം. 6 സ്ഥലം കാലിയാക്ക്. ഇനിയും വെക്കാം, ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എന്തും വെക്കാം. രാജാവേ 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും, 4 വെച്ചാൽ 8 കിട്ടും. വെച്ച് കഴിഞ്ഞോ? 3 കണ്ടോ, കണ്ടോടോ, കത്ത് നോക്കട്ടോ, കണ്ടോ 3. രാജാവേ 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4 കിട്ടും, 4 വെച്ചാൽ 8 കിട്ടും, 8 വെച്ചാൽ 6, ആർക്കും വെക്കാം. രാജാവേ 5 വെച്ചാൽ 10 കിട്ടും. 10 പോയാലോ? 10 പോയാൽ വീട്ടിൽ പോവാം. ശരി, എന്നാ 4 ഞാനും വെച്ച് നോക്കട്ടെ. ഡയമണ്ടിൽ തന്നെ വെക്കുന്നു. എനിക്കാണ് അടിച്ചത്. കാശാടോ എടോ, കാശാടോ, കാശ് 10 രൂപ ഇട്, 10 രൂപ ഇടോ. അങ്ങനെതാ, അതിന്റെ ഒരു വീട്. ഞങ്ങള് പോവുകയാണ്. എന്താണ് നിക്കണം? അല്ല, വെക്കുന്നില്ല. വേണ്ട, ഇനി വെച്ചാല് ക്ഷീണിക്കും. ഇത് കണ്ടോ, അതുപോലെ ആർക്കും അടിക്കാം. ആർക്കും പറ്റാം, ശരീരം വരെ ഈ സ്പീഡില് നോക്ക്. പോയി ബനിയം, പോയി ബനിയം. എന്റെ ചെരുപ്പിന് കാലന്മാരെ ഇങ്ങനെ അക്രമം ചെയ്യാവണ. വേണ്ട 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 12 ആണെന്തായാലും 10. താൻ എപ്പോഴും എങ്ങനെയാ? തന്റെ കൂടെ ഞാൻ കളിക്കുന്നില്ല. കൊതിയ മാപ്പിള തന്റെ കൂടെ കളിക്കാൻ ഇനി എന്റെ പട്ടി വരും. മാപ്പിളമാര് മാത്രമല്ല, നായന്മാരും കൊയ്യന്മാരാ. കൊതിയ മാപ്പിള ഈ വർഗത്തിനെ വിശ്വസിക്കാൻ പാടില്ല. നോട്ടപ്പകിട 3 ആയിരുന്നു കേട്ടോ. നീ പോടാ പറഞ്ഞു. നീ എവിടെയാണോ? അല്ല, 2 വഴിയുള്ളൂ. 2 ഇല്ല. നമുക്കങ്ങ് ക്ഷമിക്കാം, വാ കളിക്കാം. ആമേഷന്റെ കൂട്ടത്തിൽ ഇനി എന്റെ ആയുസിൽ ഞാൻ കളിക്കത്തില്ല. കളി നിർത്തിയോ? അപ്പച്ചനെവിടെ? അച്ഛാ, കാപ്പി. കാപ്പിന്റെ അപ്പനെ കൊണ്ട് കുറവി. അപ്പച്ചനെ ഇങ്ങോട്ട് വിളിക്കട്ടെ, കളി കഴിഞ്ഞില്ലല്ലോ. അയാളുടെ കൂടെ കളിക്കാൻ ഇനി അറക്കനാണുള്ള 2ാമത് എനിക്ക് വരണം. ഇനിയിപ്പോ ജയിച്ചു വന്നാലും എന്നോട് കളിക്കത്തില്ല. കുഞ്ഞുമുട്ടി കളിച്ച തന്റെ ഒന്നും കളിയല്ലേ അച്ഛാ, ഇത്ര വാശി പിടിച്ചാലോ? ഇത്തവണ വാശി തന്നെയാ. ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല, 100ാമത്തെ പ്രാവശ്യമാ. പിന്നെ 101ാമത്തെ പ്രാവശ്യം കൂടി ശ്രമിച്ചു നോക്കിയാലോ? അല്ല, ഞാൻ ഇപ്പൊ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല, അതുപോലെ. അപ്പച്ച, കാപ്പി നിന്റെ നന്ദി കൊണ്ടേ കൊടുക്കും. അച്ഛന് കൊടുത്തു. എനിക്ക് വേണ്ട. ഭക്ഷണ സാധനങ്ങളുടെ മുമ്പിലേക്ക് വാശി പിടിക്കല്ലേ. ഇങ്ങനെ ഉണ്ടാവട്ടെ. പൊന്നമുട്ടി പറയിച്ചൊരു തന്റെ ഒന്നേ ഉള്ളൂ, അതെല്ലാവർക്കും അറിയാം, ലോകം മുഴുവനും കുപ്രസിദ്ധമാണ്. ഒന്നേ ഉള്ളൂ. ഒരു തന്ത വാവരച്ച് പോണേ, നേരം പോണ്. നീ ഒരു ഒറ്റ ദിവസം വിളിക്കുന്നുണ്ടാ ഞാൻ വരുന്നത്. വേറെ ചില വെറുതാക്കാരിവിടെ ഇരിപ്പുണ്ട്, അവരാരും വിളിച്ചാൽ ഞാൻ വരത്തില്ല. അത് തന്നെ എനിക്കറിയില്ലേ. 12. ആഹാ, ഗ്രേസിക്കൊക്കെ എപ്പോഴും പഠിക്കാൻ പോണ്ടോ? വീട്ടിൽ വെറുതെ ഇരിക്കില്ലേ, ടൈപ്പ്റൈറ്റിംഗ് ക്ലാസ്സിൽ പോവാ. ഇതെന്താണൊരു കുളിച്ചു മാറ്റം? ദാ ഇത് നോക്കിയേ, ഒന്നുകൂടെ മണക്കണം തോന്നുന്നില്ലേ? അത് വേറെ സെന്റാണ്. വെറുതെ അല്ല ആളുകൾ പരിമളമേരിന്ന് വിളിക്കുന്നത്. കാശ് മുടക്കിട്ടോ. അപ്പൊ മീൻ കച്ചവടം നിർത്തിയോ? കച്ചവടമൊക്കെ അത് തന്നെയാണ്.
പക്ഷെ മേരിയുടെ അടുത്ത് വരണവര് നീ മണക്കാന്ന് പറയാൻ പാടില്ല. നേരെ പോയി, ഞാൻ പോട്ടെ. പറയിച്ചമ്മയുടെ മോളല്ലേ? ഇത്തിരി പൗഡർ ഇട്ട് നടന്നോ? പൗഡർ ഇട്ടിട്ടുണ്ട്. ഇട്ടാന്നറിയണം. ചുമ്മാ കാശ് മുടക്കിട്ടല്ലേ പൗഡർ കിട്ടുന്നത്. ഇത് എന്താ വിലപിടിപ്പുള്ള മോഡീസാണ്, മരവാണോ? മാതാവേ, നേരെ ഒരുപാടായില്ല. കണ്ണപ്പനെ കാണാൻ പോണേന്ന്. കൊച്ചു പറഞ്ഞില്ലല്ലോ. ഇടത്തേക്കാളേക്ക് പേര് ചെയ്യാനൊരു മടി. അവനെ അങ്ങ് മാറ്റി കെട്ടിയാലോ? മോളെ നീ വന്നേ. എന്താ അപ്പച്ച? എന്റെ നെറ്റിലെന്തുവാ? ഒന്നുമില്ലല്ലോ. എടീ, ഈ നെറ്റിയിലെ പൊട്ട് ഹിന്ദുക്കൾക്കുള്ളതാ. പുന്നമുട്ടുകാരെ പഴയ ക്രിസ്ത്യാനികളാ, മാർഗവാസികളല്ല. ഇപ്പൊ എല്ലാവരും പൊട്ടു തൊടും അപ്പച്ച. അപ്പൊ ഇനി അമ്പലത്തിലും പോകാമല്ലോ. അമ്പലം വേറെ, പള്ളി വേറെ, കൃഷ്ണൻ വേറെ, ക്രിസ്തു വേറെ. ക്രിസ്തുവിനോളം വലിയ ആളാണോ കൃഷ്ണൻ? എന്താ അപ്പച്ച? വിശ്വാംബരാൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പൊട്ടിച്ചു. ഇതിന് കൃഷ്ണനുണ്ടല്ലോ ഒരു ദോശ ഉണ്ടാക്കാൻ കഴിഞ്ഞു. കൃഷ്ണൻ സർപ്പത്തിന്റെ തലയിൽ കയറി നൃത്തം ചെയ്തു. ക്രിസ്തു ഒരു ഞാഞ്ഞോളിന്റെ വാലിലെങ്കിലും കയറിയിട്ടുണ്ടോ? നീ പോടി വിവരം കിട്ടോളെ. അല്ലേ, എന്നെ എന്തിനാ തല്ലിയത്? അവൾ പറഞ്ഞു കേട്ടില്ലേ? ആ, ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിലും ഇപ്പൊ എനിക്ക് കൃഷ്ണനോട് ബഹുമാനം തോന്നുന്നു. ആ കൃഷ്ണനെ വിജയം വെച്ചു. എന്റെ മിശ്യാതമ്പുരാനെ, അങ്ങയുടെ 5 തിരുമുറുകൾ ഓർത്തെങ്കിലും ഈ പാപിയോടോ ക്ഷമിക്കണമേ. ആമേൻ. ദീപം ദീപം പൂക്കും കാട്ടിലെ മഞ്ഞു പെയ്യും മലയിലെ കുളിരുമായി വരും തെന്നലേ കുളിരുമായി വരും തെന്നലെ എന്നരികിൽ അല്പമിരിക്കുമോ തുളസി പൂക്കും കാട്ടിലെ മഞ്ഞു പെയ്യും മലയിലെ എന്റെ നെഞ്ചിലെ മോഹമൊരു ചെറുഗാനമായി നീ പാടുമോ ഓ, ഓ, എന്റെ നെഞ്ചിലെ മോഹമൊരു ചെറുഗാനമായി നീ പാടുമോ നിന്റെ രാഗസുധാരസത്തിലൻ ഓമലാളെ മയക്കുമോ 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 തുളസി പൂക്കും കാട്ടിലെ മഞ്ഞു പെയ്യും മലയിലെ
സ്വപ്ന സരോവരത്തിലൊരോളമായി നീ ഉണരുമോ? എന്റെ സ്വപ്ന സരോവരത്തിലൊരോളമായി നീ ഉണരുമോ? നിന്റെ കൈവിരൽ തഴുകുമൊരു നവകമലമായി ഇവൾ വിടരുമോ? ഓ വിടരുമോ, വിടരുമോ? തുളസി പൂക്കും കാട്ടിലെ തൂമഞ്ഞു പെയ്യും മലയിലെ കുളിരുമായി വരും തെന്നലെ എന്നരികിലൽപ്പമിരിക്കുമോ? തുളസി പൂക്കും കാട്ടിലെ തൂമഞ്ഞു പെയ്യും മലയിലെ സ്ത്രീധനം 20 ചോദിക്കുന്നത്, ആഭരണങ്ങൾക്കൊരു 10 കൂട്ട്. അപ്പൊ 20ഉം 10ഉം 30. എത്ര ചുരുക്കിയാലും ചെലവിനൊരു 5 രൂപ വേണ്ടായോ? അപ്പൊ എന്തായി? 35. അതിനുള്ളയൊക്കെ ഉണ്ടോ എനിക്ക്? ഇത് തന്റെ എത്രയുണ്ട്? ഒരു 10 രൂപ കാണുമെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ താൻ വിഷമിക്കണ്ട. അവൾക്ക് വേണ്ടി ബാക്കിയുള്ള പണം ഞാൻ ഉണ്ടായിക്കൊള്ളാം. ഗ്രേസി എന്റെയും കൂടെ മോളാ. അത് നളിനിക്ക് വേണ്ടി ചെറുക്കുട്ടി വെച്ചിരിക്കുന്നല്ലേ, ഇതിനു വേണ്ടി ചെലവാക്കിയാലോ? സമയമാകുമ്പോ എല്ലാം നടക്കും വച്ചാമേ. ആദ്യം വന്നത് ആദ്യം നടക്കട്ടെ. താൻ പറയുന്നതിന് എനിക്ക് പ്രമാണം അല്ല, എനിക്കെന്താ? പിന്നെ ഇന്ന് കട തുറക്കണോ? അമ്പലത്തിൽ ഉത്സവമാ. ഞാൻ ഇന്ന് മുഴുവൻ അവിടെ ആയിരിക്കും. കടയിൽ ഞാൻ പൊക്കോളാം, താൻ ഉത്സവത്തിന് പൊക്കോ. രാത്രി ഞാൻ കാണൂല. ഇന്നത്തെ പരിപാടി നമ്മുടെ കടക്കാരുടെ വകയാ. ഞാൻ കടയിൽ പോയച്ചു വരാം. ബാപ്പി, ഗ്രേസ് ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെ സുലോനയില്ലേ, അവളുടെ കല്യാണം കഴിഞ്ഞു. എന്നാണെന്ന് അറിഞ്ഞില്ല. അവളൊരു ക്രിസ്ത്യാനി ചെറുക്കനെ രജിസ്റ്റർ വിവാഹം ചെയ്തു. ഓ, ഇതാണോ ഇത്ര വലിയ കാര്യം? സുലോചന നായരോട്ടിയാ. എന്തായാലും എന്താടി, അവളൊരു പെണ്ണല്ലേ. എന്നാലും 2 കാര്യമല്ലേ? നീ വലിയ വർഗീയമാണല്ലോടി. അതല്ല, പ്രവിച്ചേട്ടൻ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ എനിക്ക് സഹിക്കൂ? ഞാനൊരു നായർ ചെറുക്കനെ കല്യാണം കഴിച്ചാലോ? എന്നാ പിന്നെ കയറാം. അമ്പലത്തിൽ കയറാൻ നോക്കൂ. അങ്ങനെ 2 പേര് തമ്മിൽ സ്നേഹിച്ചു പോയാൽ എന്ത് ചെയ്യും? സ്നേഹിക്കരുത്. എന്തിനാ സ്നേഹിക്കുന്നത്? അറിഞ്ഞൂടെ 2 ജാതിയാണെന്ന്? ഗ്രേസി എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ആലോചിക്കായിരുന്നു. പടി ഗ്രേസി. ഇന്ന് ഉത്സവമല്ലേ? നിന്റെ ചേട്ടൻ കട വരുന്നുണ്ടെന്ന് ചോദിച്ചേ. അമ്പലത്തിൽ പോകാത്ത പാർട്ടിയാ. അവിടെ ഉത്സവം ശിവരാത്രി ഒന്നും കാണില്ല. നീ പോകുന്നുണ്ടോ? ഞാനും അമ്മയും അച്ഛനും പോകും. രാത്രി കഥകളിയും പാട്ടും എല്ലാം ഉണ്ട്. വെടിക്കെട്ട് കാണാനേ ഞാൻ വരും. നിന്നെ അവിടെ കാണണം കേട്ടോ. എന്തിനാ? നമ്മൾ തമ്മിൽ ഒരു രഹസ്യമില്ലല്ലോ. പറയാനുള്ള പരസ്യമായി പറഞ്ഞാ മതി. ഓ, ഒന്ന് പതുക്കെ പറ പണ്ടാരണേ. നിന്റെ ഒരു തൊള്ള. എന്താ മോളെ പരസ്യം? ബേബിച്ചായനെ എന്നോട് എന്തോ രഹസ്യം പറയാനുണ്ടെന്ന്. എന്താണ് രഹസ്യം? അതെ അമ്മച്ചി, അമ്പലത്തിലെ ഉത്സവം, വെടിക്കെട്ട്, പ്രസാദം. എനിക്ക് അമ്പലത്തിലെ പ്രസാദം വില ഇഷ്ടമായതുകൊണ്ട് ഒരു ഇത്തിരി കൊണ്ട് തരവും ചോദിക്കായിരുന്നു. അയ്യോ, അതങ്ങനെ കഴിക്കാൻ പാടില്ല. കഴിക്കാൻ പാടില്ലെങ്കിൽ വേണ്ട, ഇരുന്നല്ല കൂത്തു. മോള് വാ, ചക്കപ്പുഴുക്ക് വിളമ്പി വെച്ചിരിക്കുക. അവിടെ ഇനിയും വന്നില്ലേ? ഗ്രേസി, വാ അവിടെ. വാ. അല്ല, ഇതാര്?
പരലോകം പക്കുവോ? എന്താണ് ഇന്ന് നാട്ടുകാരെ ഒന്നും പറ്റിക്കാൻ പോയില്ലേ? ഇന്ന് രാത്രിയാ പരിപാടി, അമ്പലത്തിൽ ഉത്സവമല്ലേ. ആ, അപ്പൊ ഇന്നൊരു വാരും. എന്റെ പൊന്ന് മേരിയല്ലേ, എനിക്കൊരു 15 രൂപ കടം തരണം. നാളെ നേരം വെളുക്കുമ്പോ കൊണ്ടുതരാം. ഇതിനു മുമ്പ് ഒരുപാട് നാളെ കേട്ടോളല്ലേ ഞാൻ. എന്റെ ഞാൻ കാട്ടില്ല. നിന്റെ ഓശാരൊന്നും വേണ്ടടി. ഇത് പണയം വെച്ചതാണ്. കർത്താവേ, ഇത് ഏത് പാപത്തിന്റെ വീട്ടിൽ നിന്ന് കേട്ടതാണ്? എന്റെ കയ്യിൽ എന്ത് കണ്ടാലും നിനക്ക് ഞാൻ കട്ടതാണെന്നേ തോന്നുന്നു. ഇന്നാളെ ആ മോതിരം തന്നപ്പോഴും നീ ഇതാണ് പറഞ്ഞത്. മോതിരത്തിന്റെ കാര്യമൊന്നും പറയണ്ട. തന്നെ പോലീസ് പിടിക്കാനും എന്റെ വിടുക്കൊണ്ട. ഇത് അങ്ങനെയൊന്നും അല്ലടി, ഞാൻ അന്നം പുന്നാരം പറഞ്ഞതാണ്. അയ്യേ, ഇത് സീറ്റിൽ നിന്ന് കിടന്നാണല്ലോ. വെറും പേട്ടയാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഇതിനെ കൊന്ന് കറിയാക്കി ഞാൻ കള്ള് വാങ്ങിച്ചോണ്ട് വരാം. നാളെ കാലത്ത് നിന്റെ കാശും തന്നേക്കാം. അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന ദിവസമല്ലേ, ഇത്തവണ കൂടെ തനിക്ക് ഞാൻ കാശ് തരാം. ദാ, 10 രൂപയുണ്ട്. വെളുപ്പിനെ ഇങ്ങ് എത്തിച്ചേക്കണം. കാലത്തെനിക്ക് മീൻ വാങ്ങാനുള്ളതാ. ചിലപ്പോ ഇന്ന് രാത്രി തന്നെ ഞാൻ എത്തിയെന്ന് വരും. കാലത്തണ്ട, എന്റെ രൂപ എത്തിച്ചാ മതി. ശരി, തീരാവല്ലേ. ആ, കാർത്തിയാൻ ചേച്ചി ഇങ്ങോട്ട് വന്നത് നന്നായി. എനിക്കൊരു ഉപകാരം ചെയ്ത് തരുമോ? എന്താ മേരി? എനിക്ക് തീരെ സമയമില്ലാത്തോണ്ടാ. ഈ താറാനൊന്ന് കൂട്ടാൻ പറ്റി തരുമോ? അതിനെന്താ? പ്രബേട്ട, എനിക്ക് പേടിയാവും. എന്തിന്? അവരൊക്കെ അമ്പലപ്പറമ്പിലല്ലേ, നീ വാ. എന്തിനാ ഈ രാത്രി എന്നോട് കാണണമെന്ന് പറഞ്ഞത്? നിന്റെ കല്യാണക്കാരി എന്തായി? അപ്പച്ചനത് തീരുമാനിച്ചു വിട്ട. നീയോ? ആ മുറ്റത്തീരുന്ന കല്യാണപ്പന്തലിൽ നീയും നിന്റെ ഭർത്താവും കെട്ടിക്കേറുന്നത് ഞാൻ എങ്ങനെ നോക്കി നിൽക്കും? പ്രബേട്ട, അതൊരിക്കലും സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ ആ പന്തലിൽ അന്ന് എന്റെ ശവമായിരിക്കും. ഈ ജന്മത്തിൽ മറ്റൊരു പുരുഷൻ എന്റെ ശരീരത്തിൽ തൊടില്ല. അയ്യോ, തന്റെ തേപിടിച്ച് മോളെ എടോ പെൺപിള്ളേരുണ്ടായാൽ അടക്കം ഒതുക്കത്തോടുകൂടി വളർത്തണം, അല്ലെങ്കിൽ അയൽക്കത്തുള്ള ആൺപിള്ളേരെ കിടത്തി ഉറപ്പില്ല. പിള്ളാച്ചൻ എന്തായി പറയുന്നത്? പിള്ളാച്ചൻ പറയുന്നത്
നിങ്ങളുടെ മോളെ പറ്റി തന്നെയാണ്. അവർക്ക് എന്ത് പറ്റി? അവളെ പ്രഭാകരന്റെ മുറിയിൽ ഇങ്ങോട്ട് ഓടി പോകുന്നത് തുണി കൊടുക്കാതെയാ. നിങ്ങൾക്ക് ചൊഴയുണ്ടെങ്കിൽ അവളുടെ നടുവിൽ കൊടുക്ക. ചൂലെന്റെ അമ്മയടി എടി നസാൻജി തവാൻജി, നിന്റെ മോളല്ലേ വേലി ആടാതിരിക്കൂ. നീ എത്ര വേലി അടിച്ചെന്ന് എനിക്കറിയാൻ മതി. അല്ലേ വെറുതെ മുറിയിൽ കിടന്ന് ഉറങ്ങുന്ന പെണ്ണിനെ പറ്റി പരസ്യം പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ 10 ഉറക്കം ഇറങ്ങിയ 10ാം മാസത്തിൽ വിവരം അറിയും. നേരം വിളിക്കണം, ഞാൻ കാണിക്കണം. ഇയാൾ ഞങ്ങൾ എന്ത് കാണിക്കാന്? താൻ തന്റെ അച്ഛയെ കാണിച്ചാൽ മതി. നിന്റെ അച്ഛനെ ഞാൻ കാണിക്കാനാ ചൂടെ. അപ്പത്താ കൂട്ടും കൂടി നടന്നതിന്റെ ഫലം അനുഭവിക്കും. കണ്ട വഴക്കത്തിന് നായന്മാരുടെ നാവിന്ന് ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? എന്റെ കർത്താവേ, അതേടി മാർഗവാസി, നിന്റെ പുന്നാര നോക്ക് ഞങ്ങളുടെ മാരിയാർക്കനെയാ പിടിച്ചത്. എടോ, കല്യാണം കഴിച്ചു കൊടുക്കാൻ കാശില്ലെങ്കിൽ ആ തന്തയെ കൊണ്ട് നിർത്ത്, ആവശ്യക്കാരുണ്ടാവും. നിനക്ക് കൊണ്ടൊരു മോള് അവളെ കൊണ്ട് നിർത്ത്. എടാന്ന് വിളിച്ചാലുണ്ടല്ലോ നീ മൂക്കി വലിക്കോടി സത്യാനി. മൂക്കിന് വലിക്കുന്ന ഞാൻ കാണിച്ചു തരാൻ മതി. തുണി കൊടുത്ത് കഴിഞ്ഞെങ്കിൽ ഇറങ്ങി വരാൻ പറയടി നിന്റെ മോളോടെ. നാളെ നേരെ ഒന്ന് വിളിച്ചോട്ടെ, നിന്റെ മോളെ ശൃംഗാരം ഞാൻ നിർത്തിത്തരാം. നേരം വെളുത്താൽ നീ ഉണ്ടാക്കും. അടി കണ്ടവരുടെ വാക്കുകൾ എന്റെ കുഞ്ഞിനെ തല്ലിക്കൊല്ലായിരുന്നു അല്ലേ? പണ്ട് കാലെടുത്തോ? എനിക്ക് കാലത്തോ എനിക്ക് കാണാൻ കാര്യം നേരെ യോഗം പറയുന്ന പോലെ കേൾക്കണം. ഞാനാരാ തന്റെ കുടിയിറങ്ങുകയല്ല. നീ പറ. നമുക്ക് നാളെ മതി. എന്താണ് നോക്കിയിരിക്കുന്നത്? അതിലിച്ചിരി പൊളിക്കും. കാളകളെ ഞങ്ങൾക്ക് വേണം. ഓടാ അവിടുന്ന്. എങ്ങനെയെങ്കിലും മുടിച്ച് കഴിവേറെ നമുക്കൊന്നും വേണമെന്നില്ല. ഒന്നും വേണമെന്നില്ലെന്ന്. വേണമെങ്കിൽ വണ്ടിന്റെ ആളെ അയാൾ എടുത്തോട്ടെ. വേണേ കൊടുത്തേക്ക്. കാളം കഴിച്ചോണ്ട് പോടാ. എടാ മാർഗവാ, നീ ഇന്ന് തന്നെ പോയി 2 പല്ല് പ്രായമുള്ളവരെ ഒരു കാളന്മാരെ വാങ്ങിച്ചോണ്ടോ. അതിന് കാള ചവിട്ടുന്നത് എന്താ പറയാ? കാള പമ്മി കൊണ്ടുപോയിക്കാം. അയ്യോ ഇത് തോർത്ത്. പങ്കിട്ടപ്പോ അതും കൊണ്ടുവന്നു. കുന്നമൂട്ടിലെ പറയിച്ചൻ മുഖത്തിൽ കെട്ടുമെന്ന് പറഞ്ഞാൽ മുഖത്തിൽ കെട്ടുമണി. എന്താടാ നിന്ന് ചിണുങ്ങുന്നവൻ? കാലയും വണ്ടിയും പങ്കുവെച്ച് എന്നെങ്കിലും പങ്കുവെക്കും. വില തുച്ഛം ഗുണം മെച്ചം. വെയിലത്ത് വാടില്ല, വെള്ളത്തിനറിയില്ല, ഇരുളിൽ മായില്ല. വരുവിൻ വരുവിൻ വരുവിൻ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപാട് ഉപയോഗിക്കാം. ജനങ്ങൾ വഞ്ചിയാകരുത്, അല്ല വഞ്ചിതരാകരുത്. അത് വെറും പരുന്നുടിയാണ്. ഞങ്ങളുടെ തുണി മായം ചേരാത്ത തുണിയാണ്. ഇന്നലെ മില്ലിൽ നിന്ന് തുണിയാണ്. ഇവിടുത്തെ തുണി ഉടുത്താലും ഉടുത്തില്ലെങ്കിലും ഒരുപാട് ഇരിക്കും. തുണിയാണ് ഞങ്ങളുടെ തുണി. ഒന്നാന്തരം തുണിയാണ്. ഇന്നലെ മില്ലിൽ നിന്ന് വന്നതാണ്. നമ്പർ 1 തുണിയാണ്. ആർക്കും വായിക്കാം. മാറിപ്പോയാൽ കീറിക്കൊടുക്കും. നല്ല
നീ പോടാ നീ എന്ത് ചെയ്യടാ? നീ എന്ത് കുതിരയുടെ തന്തയാടാ. നോക്കണം നോക്കണം, ഏതുവിധ ശരീരമുള്ളവർക്ക് ഈ ഒറ്റ ബസ് ഉപയോഗിച്ചാൽ മതി. ആദായത്തിനടിയാ. ഒരു ഷർട്ട് വേണമായിരുന്നു. ഷർട്ട് വേണോ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഞങ്ങളുടെ ഞങ്ങളുടെല്ലോ ഇങ്ങോട്ട് വാ, ഈ കാലോട്ട് വാ. ഇങ്ങോട്ട് കയറിക്കോ. വേഗം ഒരു ചായ വാങ്ങിച്ചുകൊണ്ട് പോടാ. ആ 2 പഴംപൊരിയും കൂടെ. 2 പഴംപൊരി, 3 പഴംപൊരി വാങ്ങിച്ചോ. എന്തോ കഴിക്കുന്നത്? പാലാണോ അതോ കരിക്കുമ്പോഴാണോ? കരിക്കുമ്പള്ള ആയിക്കോട്ടെ. പിന്നെ ഒരു 500 മില്ലി പട്ടയും കൂടി വാങ്ങിച്ചു ചേർത്തോ. ആശാനെ ഇവിടെ നോക്ക്. ആശാനെ ഞാനൊരു പുഴു സാധനം വെച്ചു. ആ കൊണ്ടുപോവാ. പഴംപൊരി കൊണ്ടുപോവാ. കഴിക്കാശാനെ കഴിക്കും. മൂന്നും കഴിച്ചോ. അവിടെ വയ്യടാ. കുടിച്ചോ. ഗ്ലാസ് ഗ്ലാസ് കുടിച്ചോ. ഗ്ലാസ് കൊണ്ടോ. പട്ട ശരീരത്തിന് അത്ര നല്ലതല്ല, ഓർമ്മ വെച്ചോ. നല്ല കാര്യം. നല്ല പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവൂലേ? 24 മണിക്കൂറും ഇവിടെ കാണും. ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഞാൻ നാളെ വരാം. എന്നാ അളവെടുത്തിട്ട് പോകാം. വേണ്ട, നാളെ തുണി എടുക്കാം, മറ്റന്നാൾ അളവെടുക്കാം, അതിന്റെ വ്യത്യാസം തുണി എടുക്കാം. അപ്പൊ ഞാൻ വരട്ടെ. വേണ്ടേ? നല്ല 1ാം ക്ലാസ് കുത്തരിയ രൂപ 2,500 തരാനൊക്കത്തില്ല. അല്ലെങ്കിൽ ലയാളെപ്പോലെ കൃത്രിമം കാണിക്കണം. അതെനിക്കറിയത്തില്ല. ഇവിടെ കുത്തരിക്ക് 2 രൂപ 10 പൈസയുള്ളൂ. ഇങ്ങോട്ട് വാ. അമ്മയ്ക്ക് എത്രയോ അരി വേണം? നമ്മൾ തമ്മിൽ എത്ര കാലമായിട്ട് കാണുന്നവരാ. നമ്മൾ തമ്മിൽ ലാഭവും നഷ്ടവും നോക്കാനുണ്ടോ? 2 രൂപ 10 പൈസ മതി. എനിക്കൊരു 1.5 കിലോ അരി വേണം. കാശ് 2 ദിവസം കഴിഞ്ഞു തരാം. അയ്യോ അത് പോരാ. ഇവിടെ കടവേർപ്പാടില്ല. ഇന്ന് രൊക്കം, നാളെ കടം. മനുഷ്യനെ കുടക്കിന് വാങ്ങലൊക്കെ പതിവുള്ളതാ. എപ്പോഴും കാശളയിട്ട് വെച്ചോണ്ട് നടക്കാൻ പറ്റിയല്ല. രൊക്കം കാശില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കണ്ടേ? ഞാൻ തരാൻ തള്ളേ. ഇങ്ങോട്ട് വാ. കാശ് നാളെ തന്നാ മതി. വാ. കാശേ സൗകര്യമുള്ളപ്പോ തന്നാ മതി. അരി കൊണ്ടുപോയി കൊച്ചിനെ കഞ്ഞി വെച്ചുകൂടെ? ആളടുത്തറിയണം, പൊന്നൊരച്ചറിയണം. കൊച്ചുക്കൽ പഠിച്ചതേ പോയിക്കൽ പാടും. അന്തിയോടെ അടുത്തപ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിഞ്ഞത്. ചൊട്ടയിലെ ശീലം ചൊടല വരെ. അമ്മയ്ക്ക് വരെ ജോലിയില്ലേ? അമ്മ പോയി വെള്ളം ഞാൻ എടുത്തോണ്ട് വരാം. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടും. കാക്ക കുളിച്ചാ കൊക്കാവുകയല്ലടി. അമ്മ ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ടോ? തൊട്ടയോട് വെച്ചിട്ട് പോ. ആഹാ, കൊത്തി കൊത്തി മുളച്ചിക്കല്ലേ കൊത്തുന്നോ? ഇതേ എന്റെ ആന്ത്രനാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. കൈ നനയാതെ മീൻ പിടിക്കണ്ട. നമുക്ക് വേറെ തൊട്ടി വാങ്ങിക്കാം. അമ്മേ, അമ്മ ഒന്ന് ഇങ്ങോട്ട് വരൂ. കവിക്ക് ചേർന്ന കണയാ. നിന്റെ തൊട്ടി കൊണ്ടുപോയി പെട്ടിയിൽ വെച്ച് പൂട്ടി വെക്കരി. നാണമില്ലാത്തല്ല അവിടെ ഒരാള് കിളത്താനേ അതും അവനൊരു തണലാ. നിന്റെ തൊള്ള അടക്കടിക്ക്. നിന്റെ അണ്ണാക്കി ഞാൻ മണ്ണ് വാരി. അമ്മ ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ടോ? അമ്മച്ചി അല്ലേ, അവർക്ക് നാമ കേട്ടില്ലേ? ഒപ്പത്തിനൊപ്പം നിങ്ങളും പറഞ്ഞിട്ടല്ലേ? നളിനി വാമേ. എന്റെ മാർഗവാസിയോടെ കൂട്ടുപിടിച്ചപ്പോഴേ ഞാൻ അധികാനോടെ പറഞ്ഞതാ. അടുക്കളയിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല. ഇനി ആരായിട്ട് അവർ തൊട്ടി വാങ്ങിപ്പിക്കുന്നത്? മേരി, പരിമളം മേരി. മേരി, പരിമളം മേരി. ഓ, നിന്നെ ഞാൻ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. ഇന്ന് എവിടെയായിരുന്നു മേരി കച്ചവടം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്ഥലം വല്ലതുണ്ട്. ഇന്ന് കുറച്ച് കായലുമീൻ കിട്ടി, അതുകൊണ്ട് പോയതാ. താനെന്താണ് എന്നെ തിരക്കണത്? ആ, എന്ത് ഭംഗി, എന്ത് ചന്തം, എന്ത് സൗന്ദര്യം, എന്തൊരഴകി. ഓ, നീ ഇങ്ങനെ കഴിയേണ്ടവളല്ലടി മേരി. കാറും ബംഗ്ലാവും വേലക്കാരും ഒക്കെ ആയിട്ട് ഒരു മഹാറാണിയെ പോലെ കഴിയേണ്ട കപ്പാസിറ്റി നിന്റെ കയ്യിലും. ഒന്ന് പോവപ്പോ ചേട്ടാ. ഞാനൊരു വലിയ പരിപാടിയുമായി ഇറങ്ങിയിരിക്കുകയാണ് മേരി.
നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് നടപ്പിലാക്കാം. എന്ത് പരിപാടിയാണ്? ഒരു ഡാൻസ് പരിപാടി. നമുക്ക് ഈ നാട് വിട്ട് വേറെ എവിടെയെങ്കിലും പോയി ഡാൻസും പാട്ടും കൂത്തുമായിട്ട് രസിച്ച് ജീവിക്കാം. നീ ഡാൻസ് ചെയ്യും, ഞാൻ പാട്ട് പാടും. അല്ലെങ്കിൽ ഞാൻ പാട്ട് പാടും, നീ ഡാൻസ് ചെയ്യും. ഇതാണോ ഇത്ര വലിയ പരിപാടി? ആ വെള്ളം വാങ്ങി വെച്ചേക്ക്. എനിക്ക് എന്റെ കുലത്തൊഴിലുണ്ട്. മേരി ഞാൻ പറയുന്നത് കേൾക്ക്. നിനക്ക് മഹാറാണിയെ പോലെ ജീവിക്കാം. ഇനിയിപ്പോ എന്തോ ചെയ്യാനാ? വേറെ ആരെങ്കിലും നോക്കാം. ഇവിടെയും കൊണ്ടുപോയാൽ ഇവിടെ എന്നെയും വിറ്റ് ജീവിക്കും. നളിനി കുളിക്കുന്നില്ലേ? വേലി നമ്മുടെ മുറ്റത്ത് കിട്ടാനേ പറ്റൂ. മനസ്സിലെങ്ങനെ കിട്ടും നളിനി? ഞാൻ എവിടെയും പോകുന്നില്ല. പിന്നെ ഈ വേഷം ആ നായരിച്ച് ഉടുത്തൊരുങ്ങി മുറ്റത്തൂടെ ഉലാത്തുന്നത് കണ്ടില്ലേ? എന്നെ കാണിക്കാൻ അവളുടെ ഒരു കപ്പമാവണി. ഇതേ ഞായറിക്കൽ കഥ പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചതാ. പോളി നമ്മുടെ കളി നിർത്തേ. നീ ഇങ്ങോട്ട് വാ. അവൾ പറഞ്ഞത് കേട്ടില്ലേ? അവളുടെ നായർ പങ്കു പിരിഞ്ഞതുകൊണ്ട് നമ്മുടെ ഗ്രേസിയുടെ കല്യാണം നടക്കില്ലെന്ന്. നമ്മുടെ മുറ്റത്ത് പന്തല് പൊങ്ങുമ്പം അവളെ നാവ് താനെ അടങ്ങും. അതിന് പണം വേണ്ടേ? പുന്നൂട്ടി പറയിച്ചത് അവൾ അറിയത്തില്ല. പണമുണ്ടല്ലോ. മണി പോലെ ഇപ്പൊ വരില്ലേ? ചോടറി അടിച്ചിട്ടായിരിക്കും. ഞാനേ നമ്മളെ തെക്കേ പെരുവങ്ങ് വിറ്റു. അടുത്ത ഞായറാഴ്ച മത്സ്യോദ്യവും തീരുമാനിച്ചു. ഓ എന്റെ പൊന്നേ, ആരെങ്കിലും കാണുമെന്ന്. എന്തോ ഇവിടെ വാ. നീ നാളെ മുതൽ ഇവിടെ മിറ്റം ഓടിക്കാൻ വരണ്ട. അയ്യോ ഞാൻ അവിടെ ഇവിടെയും കൂടെ ഒന്നിച്ചടിക്കണ്ട. ഒന്നുകിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ. അയ്യോ ഒരു കുടുംബം കഴിഞ്ഞു കൂടണ്ടേ? അവിടുന്ന് ഇവിടുന്നും കൂടെ ആവുമ്പോ അത്രയാളോ? അവള് വരുന്ന കാശും കൂടി ഞാൻ തരാം. എന്താ പോരെ? ദേവെന്ന് പറഞ്ഞാ പിന്നെ ഞാൻ എന്ത് പറയാന്? പിന്നെ അവിടുത്തെ രഹസ്യങ്ങൾ അറിഞ്ഞ് ഇവിടെ ഒന്ന് പറയാനൊക്കില്ല. അങ്ങനൊരു കാര്യമുണ്ടല്ലോ. എന്തായിരിക്കും ആ പെണ്ണിന്റെ ആലോചന? ഓ അതൊന്നും നടക്കാൻ പോണില്ല. നല്ല ഒന്നാം തരം നായർ തറവാട്ടി വന്ന് ഈ പറയച്ചിന്റെ അപ്പന്റെ അപ്പനെ പണ്ട് കടലിൽ മീൻ പിടിക്കാൻ പോണവരായിരുന്നു. നീ വല്ലതും കഴിച്ചാന്നോടി വന്നേ? നേരത്തിനും കാലത്തിനും ഭക്ഷണം ഇല്ലെങ്കിൽ ഉടനുണങ്ങി പോവും. കാപ്പി എടുത്തു ഞാൻ അപ്പുറത്തൊന്ന് കേറിട്ട് വരാം. അയ്യോ കോഴി നെല്ലെല്ലാം കൊത്തി തിന്നു. ഈ കൊച്ചു എന്നാ നോക്കിയിരിക്കുക? എന്താണ് കാർക്കായണി? അപ്പുറത്തുള്ളവൾ എന്താണ് വിളിച്ചു പറഞ്ഞത്? ഇവിടെ മുറ്റടിക്കാൻ വരരുതെന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ അടിച്ചിട്ട് വേറെ എവിടെ അടിക്കൂ. അവൾ അത്രയ്ക്കായോ? എന്താ പറയാനാ അച്ചമ്മച്ചേട്ടി? താന്ന ജാതിയല്ലേ? നീ ഒരു കാര്യം ചെയ്യും. നാളെ മുതൽ വേറെ എവിടെയും ജോലിക്ക് പോണ്ട. നിനക്ക് കഴിയാനുള്ള കാശ് ഞാൻ തരാം. 100 വട്ടം സമ്മതമാ. പക്ഷേ ഒരു കാര്യം, അവിടുത്തെ രഹസ്യങ്ങൾ എങ്ങനെ അറിയും? അതും ഒരു കാര്യമാണ്. ഞാൻ പോട്ടെ ചേട്ടത്തി.
അപ്പഴേ രൂപ ഇരിപ്പണ്ടേ ഒരു 3 രൂപ കിട്ടിയാ കൊള്ളാം. 3 രൂപ മതിയോടി? 2.5 3 5 രൂപ. നീ എഴുന്നില്ല, ഞാൻ ഇപ്പൊ വരാം. നീ വിവരം പറയടാ, എങ്ങോട്ടാടാ നീ കൂരിട്ടത്ത് എന്നെ വലിച്ചോണ്ട് പോകുന്നത്? ചുമ്മേ എടാ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ലടാ, ഒന്നും ചെയ്യില്ല. വിവരം പറയാതെ കൊമ്മി ഇവിടെ നനഞ്ഞ് എനിക്ക് നിന്നെ സംശയമാ. അയ്യോ 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 ചുമ്മേ, നമ്മളിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമാണ്? അത് നമ്മള് ജനിച്ച ദിവസം തൊട്ട് കൂട്ടി നോക്കിയാൽ അറിയാം. ഇപ്പൊ ഇവിടുത്തെ ലോകം ഭരിച്ചു നടക്കുക അവനാടാ പരലോകം പോക്കും. അവൻ കുലുക്കുകുത്തിയൊക്കെ നിർത്തി ഇപ്പൊ പുതിയൊരു അതെന്റെ ഏർപ്പാടാടാ. ഉപ്പ് പോലത്തെ ഒരു പെണ്ണിനെ അവൻ എവിടുന്നോ പൊക്കിയെടുത്തു കൊണ്ടുവന്നു. അടസുമ്മേ നമ്മൾ ആൺകുട്ടികളാണെങ്കിൽ അവനെ തട്ടി അവളെ നമുക്കെടുക്കാം. ആരെങ്കിലും പെണ്ണുങ്ങളെ വളച്ചെടുക്കുന്ന കാര്യത്തിൽ ഞാനൊരു കാലം തന്നെയാ. അത് നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തൊരു ഐശ്വര്യയുടെ മുഖമാണ്. ഒന്ന് പോരാ ചാറേ. എടാ, ഒരു നല്ല കാര്യത്തിന് പോവല്ലേ, ബെൻഡിങ് അഴിച്ചു വച്ചേക്കാം. ചുമ്മേ ചുമ്മേ നമുക്ക് സ്വല്പം കൂടി അടിക്കണം. വേണ്ട വേണ്ട, അവളെ കിട്ടിയിട്ട് നമുക്ക് 3 പേർക്കും കൂടി അടിക്കാം. വാ. നിങ്ങൾക്കേവർക്കും സുപരിചിതമായ സുപ്രസിദ്ധ സിനിമാ നർത്തകി തപാലങ്കിടി ഗിരിഗിരിബായിയുടെ നൃത്തം വൈരയാവൈ ഫീസില്ല, പ്രവേശനമില്ല, ആർക്കും കാണാം. ലോകപ്രസിദ്ധിയായ തപാലങ്കിടി ഗിരിഗിരിബായിയുടെ നൃത്തം കാണാൻ സുവർണാവസരം, ആർക്കും കാണാം. വൈരയാവൈ. എടാ പപ്പു, എടാ വല്ലാൻ പപ്പു, എടാ എടാ തന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ അങ്ങനെ വിളിക്കല്ലടി, എനിക്ക് കുറച്ചില്ല. നമ്മൾ തമ്മിൽ പരിചയമുള്ളത് ആരും അറിയണ്ട. ആ താനിപ്പോ വലിയ ആളായിപ്പോയില്ലേ? എന്നാലും ആ പഴയ കുളിക്കുത്ത് മറക്കല്ലേ?
രവി, നീ ഇവിടെ കാണാറില്ലല്ലോ. എൽക്കളെ പിരിഞ്ഞ് ഞാനിപ്പോ 20 കൂട്ടുകാരുമായി പോയില്ലേ? അതിന് നിന്നോട് വരുന്ന പോലെ ആരെങ്കിലും പറഞ്ഞു? ഞാൻ നീ തലയും ആമോസമാണ് വീണവനാ. നിന്നെ എനിക്ക് ഉപേക്ഷിക്കണം. മറ്റ് പലരും ഉപേക്ഷിച്ചാലും നിന്നെ എനിക്ക് ഉപേക്ഷിക്കാൻ നമ്മൾ സ്വലാതിയല്ലയോ? ആ വനത്തിലേ ചേരൂ. പണ്ടുള്ള കാരണന്മാര് പറഞ്ഞിട്ടുള്ളതൊന്നും വെറുതെ അല്ല. ഈ സംശയക്ക് സ്തുതിയായിരിക്കട്ടെ. ഓഹോ, അപ്പോൾ ഞാൻ കേട്ടതിലും കൂടുതലാണ് കാര്യങ്ങളല്ലേ? ആ, നമ്മൾ ക്രിസ്ത്യാനികളല്ലേ വച്ചു. അന്യജാതിക്കാരുമായി കഴിയുന്നതും അകന്നിരിക്കുന്നതല്ലയോ നല്ലവൻ. എനിക്ക് വറിച്ചും നാണുപിള്ളയും ഒന്നാണ്. നിങ്ങളെ രണ്ടായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല. അത് പണ്ട്. ഇപ്പൊ രണ്ടാണ്. 2 ജാതി, നായരും ക്രിസ്ത്യാനി. ജനിക്കുമ്പോൾ വറീച്ചൻ നാണുപിള്ളയും നാണുപിള്ള വറീച്ചനുമായി ജനിച്ചിരുന്നെങ്കിലോ? ദൈവം നമുക്ക് ഒന്നേ ഉള്ളൂ വറീച്ച, സ്നേഹം. സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഇപ്പൊ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വന്നത് നിങ്ങളെ കാണാൻ വേണ്ടി തന്നെ. ഇക്കാര്യത്തിൽ അച്ഛൻ ഇടപെടരുത്. പള്ളിക്കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറ. ഇതും പള്ളിക്കാരൻ തന്നെയാണ്. മിശിഹാ തമ്പുരാൻ പറഞ്ഞിട്ടുള്ളത്, നീ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ. നമ്മളെ മക്കളും അനുസരിച്ച് അയൽക്കാരെ സ്നേഹിച്ചതിന്റെ ഫലമാണ് ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നത്. എപ്പോഴെപ്പോഴും സ്വീകരിക്കട്ടെ. അച്ചാമ്മയും വറീച്ചനെ പോലെ വാശി പിടിച്ചു നിൽക്കുകയാണോ? ഒരു ഗ്ലാസ് കാപ്പി എടുക്കട്ടെ? വേണ്ട അച്ചാമ്മേ. ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആഹാരം കഴിക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷെ ഇത് ക്രിസ്തുവിനെ ധിക്കരിക്കുന്ന വീടാണ്. പാപികളോട് പൊറുക്കണമേ എന്നല്ലയോ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വറീച്ചൻ തിരുത്താൻ തയ്യാറില്ല? ഇല്ല അച്ചോ, അവസാനം ആ സിമിത്തേരി വരുന്നത് വരെ ഇല്ല. എങ്കിൽ ഞാൻ പോകുന്നു. വറീച്ചൻ നാളെ പള്ളിയിലോട്ടൊന്ന് വരണം. ആ, അല്ലെങ്കിൽ എനിക്ക് നാളെ പള്ളി വരെ ഒന്ന് വരണം. എനിക്ക് ഒന്ന് കുമ്പസാരിക്കണം. ഉം. പാപ്പി, എന്തോ നിന്നെ ഈടെയെങ്കിലും പള്ളിയിലോട്ട് കാണാറില്ലല്ലോ. അവനെ എനിക്ക് മനസ്സിലാവും. പക്ഷെ വറീച്ച, നിങ്ങളെ മനസ്സിലാക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല. പള്ളിയിൽ പോവുകയും കഴുത്തിൽ വെന്തിങ്ങ തൂക്കുകയും ചെയ്തുകൊണ്ട് മാത്രം ആരും ക്രിസ്ത്യാനിയാവില്ല. ക്രിസ്തുവിനെ മനസ്സിലാക്കുക. കഴിയുമെങ്കിൽ അനുസരിക്കുക. അച്ഛോ, ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോവാ. വേണ്ട എന്നാണ് അച്ഛൻ, ഇനി ഇരിക്കില്ല. ഞാൻ വരട്ടെ. രൂപയ്ക്ക് 4 ചാള. ഓ ചാള ചാള രൂപയ്ക്ക്. നോക്കട്ടെ. ആ പരലോകത്തൊക്കെ അല്ലേ? മനസ്സിലായില്ലല്ലോ. ഞാൻ മേരി, പരിമളം മേരി. പരിമളം മേരി എന്ന് വെച്ചാൽ? അയ്യോ, എന്നെ മറന്നുപോയോ? ഓ, ഒരു ദിവസം ഞാൻ എത്ര പേരെ കാണുന്നു, എത്ര പേരെ പരിചയപ്പെടുന്നു, ഇതെല്ലാം ഓർമ്മിക്കാനൊക്കെ പോസിബിൾ. എനിക്ക് 4 കാശായ തന്നെ ആളുകളൊക്കെ മറന്നില്ലേടാ. ജനിക്കാനുള്ള കാറ്റ് മാറുന്നു. മത്സ്യഗന്ധം മീൻ നാറുന്നു. നീ നാറും. നീ അതിനേക്കാൾ മാറിയ ഒരു തൊലിവെളുത്ത പെണ്ണിനെ കണ്ടപ്പോ നീ ആള് മാറിയില്ലടാ. എന്റെ പൊന്നു മേരി, നീ എന്നെ അപമാനിക്കല്ലേ. ഞാൻ മദ്രാശി പോയിട്ട് വരുമ്പോ വില കൂടിയ ഒരു സെന്റ് നിനക്ക് എമാക്കിക്കൊണ്ട് വരാം. അപ്പൊ താൻ മദ്രാസിക്ക് പോലെയാണ്. ആ, ഒരു ചെറിയ ബിസിനസ് വന്നിട്ടുണ്ട്. ചിലപ്പോ ഒത്താരങ്ങ് ഒക്കും. ആ, മനസ്സിലായി. ഒത്താ നല്ലപോലെ ഒക്കും. അയ്യോ, ഇത് അതൊന്നും അല്ലടി. ഇത് ഇമ്പോർട്ട്, എക്സ്പോർട്ട് ആൻഡ് ട്രാൻസ്പോർട്ട്. എന്ത് ഓർക്കായാലും ശരി, എന്റെ കാശ് വന്നിട്ട് പോയാ മതി. ഇല്ലത്തോണ്ട് ഞാൻ ബസ് സ്റ്റാൻഡിലിട്ട് പിടിക്കും കേട്ടാ. ഓ, എന്റെ മേരി, നീ നാട്ടം നീ. അയ്യോ, നാട്ടം. ആ, നീ നോക്കോ. നീ ഇനി നാറായിരിക്കേ ഉള്ളൂ. പരിമളമേലി പറയണത്. ആ, പിടിക്കണോ പൊട്ടിച്ച്? എടാ, ഇതിനൊന്ന് പിടിക്കാൻ. ആ, പിടിക്കാം. ആ, വെള്ളം. അയ്യോ,
മാറി എന്നെ നാറ്റിട്ട് കളഞ്ഞു. ഈ നാറ്റം കൊണ്ട് ഇനി ഞാൻ എങ്ങനെ വല്ലാത്തിനും. മോളെ നളിനി, അർപ്പത്തിരിക്കുന്ന പാൽപായസം പോയിഞ്ഞു പോകല്ലേടി. കരിമീൻ പാലേറി വെച്ചാ മതി. വേണമെങ്കിലേ 3-4 എടുത്ത് പൊരിച്ചോ. ആടിന്റെ കറ വലുത്താമ്പോ മുളകധികം ചേർക്കല്ലേ, അച്ഛനത് ഇഷ്ടമല്ല. കോഴിയെ കൊന്നോടി, അപ്പച്ചൻ ഇപ്പൊ വരും. ഊരി നീ കൂടെ ഒരത്തും. നാളെ മനസ്സ് ചോദ്യം, ഞാൻ എന്ത് ചെയ്യും? നീ പള്ളി പോരുത്, അവരെന്ത് ചെയ്യുമെന്ന് കാണട്ടെ. അയ്യോ, അപ്പച്ചൻ എന്നെ കൊല്ലും. നമുക്ക് ഈ നാട് വിട്ട് എവിടെങ്കിലും പോവാം. നിന്നെ ഞാൻ ഒരിക്കലും പട്ടിണിക്കിട്ടില്ല, അത് തീർച്ച. നീ എന്താ ആലോചിക്കുന്നത്? എന്റെ അപ്പച്ചൻ പാവമാണ്. നമ്മുടെ അച്ഛന്മാർ രണ്ടും പാവങ്ങളല്ല, എനിക്ക് അവരെ വെറുപ്പാണ്. അല്ല പ്രബേട്ട, അവരെന്നെ നമ്മെ ഇതുവരെ വളർത്തിയത് നമ്മളെ വേദനിപ്പിക്കാൻ, തീ തീറ്റിക്കാനല്ലേ? ഇതിനു വേണ്ടി വളർത്തണ്ടായിരുന്നു. പഴയ മനുഷ്യരല്ലേ, അവർക്കിതൊന്നും മനസ്സിലാവില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവും. കാര്യം പറയാൻ ഗ്രേസ് ഇത്രയും വളർത്തിയിടണമെന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, നീ പിരിഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യില്ല. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് പുന്നമൂട്ടിൽ വറീച്ചിന്റെയും ഭാര്യ അച്ചാമ്മയുടെയും മകളായ ഈ നിൽക്കുന്ന ഗ്രേസിയെ വിവാഹം ചെയ്യാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് കുരിയത്ര ഔസേപ്പിന്റെയും ഭാര്യ റോസമ്മയുടെയും മകനായ ഈ നിൽക്കുന്ന കുഞ്ഞുമോനെ വിവാഹം ചെയ്യാൻ നിനക്ക് സമ്മതമാണോ? എന്നോട് ക്ഷമിക്കണം അച്ഛോ, എനിക്ക് സമ്മതമല്ല. തരവഴിത്തരം ഞങ്ങളോട് വേണ്ടായിരുന്നു അറിയിച്ച. ഇതൊരു തരം തങ്കലായ്മായി പോയി. ഇങ്ങനെയൊന്ന് എന്റെ ആയുസിൽ ആദ്യമാണ്. മനസ്സുയോദ്യം കഴിഞ്ഞ പെണ്ണിന് വയറ്റിലുണ്ടായിന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് കുറെ കടന്നുപോയി. ഇയാള് സമാധാനം പറ, ഞങ്ങൾ എന്തോ ചെയ്യണം? അവൾക്ക് ചെറുക്കനെ ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ടായിരിക്കും. താൻ തന്നെയാണോട് അവളുടെ തന്ത? താൻ പലവട്ടം വന്ന് കണ്ടതല്ലേ ഞങ്ങളുടെ ചെറുക്കനെ? എടാ ജോർജ് കുട്ടിയെ, ഒന്നും കൂടി തിരിഞ്ഞെന്നേ, ഇയാളൊന്ന് കാണട്ടെ. നോക്കടോ, എന്റെ മോൻ എന്താണ് ഒരു കുറവ്? വായി പറ്റ ആണും പെണ്ണും കേട്ട ഇയാളോട് വർത്താനം പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ ഇത്രയും വർഷത്തെ പുരോഹിത ജീവിതത്തിനിടയിൽ ഇങ്ങനെയൊന്ന് ആദ്യമാ. മനസ്യോദ്യത്തിന് ഒരു പെണ്ണും എതിര് പറയാറില്ല. ആ നായർ ഇതും ഇതിനപ്പുറവും ചെയ്യും. അതൊന്നും അല്ല കാര്യം. എന്താണെന്ന് ഗ്രേസിയോട് തന്നെ ചോദിക്കാം. അവളെവിടെ? ഗ്രേസി, എടി ഗ്രേസി. പറയൂ മകളെ, മനസ്സ് ചോദ്യം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമാണ്. നീ എന്തുകൊണ്ടതിന് സമ്മതിച്ചില്ല? ഞാൻ പറയൂ, എന്താണെങ്കിലും പറയൂ. ഞാൻ ഒരാളെ സ്നേഹിക്കുന്ന ചെറുപ്പത്തിന്റെ ചാവല്യങ്ങൾ മനസ്സിനെ പല വഴിക്കും കൊണ്ടുപോകും. നാം കണ്ടുമുട്ടുന്ന പലരോടും നമുക്കിഷ്ടം തോന്നും. പക്ഷേ
ജീവിതമാകുന്ന ഈ മഹായാത്രയിൽ അതെല്ലാം നിസ്സാര കാര്യമാണ്. നീ കൊച്ചുകുട്ടിയാണ്, ജീവിതം ആരംഭിച്ചിട്ടില്ല. നിനക്ക് മുമ്പേ ജനിച്ച് നിന്നെക്കാൾ കൂടുതൽ ജീവിതാനുഭവം ഉള്ളവർ പറയുന്നത് കേൾക്കുന്നതല്ലേ നല്ലത്. ഞാൻ ഗർഭിണിയാണ്. എന്റെ കർത്താവേ, റീറ്റ, ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. ആ വിവാഹം തന്നെ നടത്തി കൊടുക്കും. അച്ഛൻ എന്താണെന്നുള്ളതാണ് ഈ പറയുന്നത്? എന്റെ മോനെ നാല് കിടക്കണം കൂടി ഞാനങ്ങനെ കെട്ടിക്കും. ജാതിയും മതവും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയതല്ലേ. മനസ്സിന്റെ ചേർച്ചയാണ് ഇപ്പോഴത്തെ ജീവിതത്തിൽ രഹസ്യം. അത് അമ്പലത്തിൽ വെച്ചായാലും പള്ളിയിൽ വെച്ചായാലും എല്ലാം ഒന്നല്ലേ. അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ ഈ ഇടവക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഈ ഇടവകയിൽ എല്ലാ ജാതിക്കാരും ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ക്രിസ്തു മനുഷ്യനെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. നമ്മുടെ മനസ്സിലെ മുള്ളുവേരുകൾ പൊളിച്ചു കളയാതെ ആ തിരുമുറുകൾ ഉണങ്ങിയില്ല. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം അത് നടക്കില്ല. അവൾ ഈ വീട്ടിൽ കിടന്ന് പെറ്റാലും വേണ്ടില്ല. അങ്ങനൊരു പെൺകുട്ടിയാണെന്ന് എനിക്ക് വിചാരമില്ല. അയ്യോ, അച്ഛൻ വിചാരിക്കുന്ന പോലല്ല. അവള് മഹാകള്ളിയ. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങളുടെ കുടുംബക്കാർ സമ്മതിക്കില്ല. ജാതി നോക്കണ്ടേ അച്ചോ? അവർ തമ്മിൽ അടുക്കാൻ ജാതി ഒരു പ്രശ്നമായില്ലല്ലോ. അപ്പോൾ പിന്നെ അവർ ഒന്നിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത് പറയാൻ കഴിയും. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഞാൻ വരട്ടെ ദേവിയമ്മ. അച്ഛൻ ഇവിടുന്ന് ഒരു ഗ്ലാസ് കാപ്പി പോലും കുടിച്ചില്ല. ഓ, സാരമില്ല. ഞാനിവിടെ തന്നെയല്ലേ, എപ്പോഴും കുടിക്കാമല്ലോ. താനുമല്ലേ, ഇറങ്ങട്ടെ. പിന്നെ അച്ഛനോട് അങ്ങനെ പറഞ്ഞെങ്കിലും മറ്റുള്ളവരോട് പ്രഭാകരന്റേതാന്നേ പറയാവൂ. നീ എന്ത് മണ്ടത്തരാടി പറയുന്നത്? നമുക്ക് പണ്ടത്തരമല്ലെന്നേ. പ്രഭാകരന്റേതാന്ന് പറഞ്ഞാൽ നമുക്ക് ജയമായി. പുന്നമൂട്ടിക്കാരെ നമ്മൾ തോപ്പിച്ചെന്നു വരും. ബേബി, എടാ, നിനക്കും എന്നെ മനസ്സിലായില്ലടാ. മനസ്സിലായടാ. പക്ഷേ എന്റെ പെങ്ങൾ ഗർഭിണിയായപ്പോഴേ ശരിക്കും മനസ്സിലായുള്ളൂ. നീനായിരുന്നു. എനിക്ക് ഗ്രേസിയോട് തെറ്റാണോടാ. അതറിഞ്ഞിട്ടും ഞാനൊന്നും പറഞ്ഞിട്ടല്ലോ. ഇന്ന് ഗ്രേസിക്ക് പറ്റിയത് എന്നിൽ നിന്നും നിന്റെ പെങ്ങൾക്കാണ് പറ്റിയതെങ്കിലോ? നമുക്കൊരു വീടേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്ന് രണ്ടായി. വേലി കെട്ടി, ശത്രുക്കളായി. നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ നാണം കെടുകയും ചെയ്തു. നീ പറ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ ഒന്ന് മാത്രം ചെയ്താൽ മതി. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാതിരിക്കുക. അരി തീർന്നു പോയി, നാളെ വരും. അര കിലോ രണ്ട്. നിനക്ക് എന്താ വേണ്ടേ? ഞാനിവിടെ വായന നോക്കി തുടങ്ങിയിട്ട് നേരെ കുറെ മേടിക്കാൻ പറ്റില്ല. അപ്പുറത്തൊട്ടിയല്ലേ, അവിടെ ഒരു ഈച്ചാട്ടി ഇരിപ്പുണ്ടല്ലോ, അങ്ങോട്ടല്ലേ. ഒരു മനുഷ്യനെ കഷ്ടപ്പെടുത്താനായിട്ട് കൈ ഒഴിഞ്ഞിട്ട് ഊരേ നിലവായിട്ടൊന്ന് കണ്ടിട്ട് നാള് പറയാം. ചേടാ, ഇതിവിടെ മാത്രം ഒരു അരിയില്ലേ 2 കിലോ പയർ? സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക. ചന്തയ്ക്ക് പോയില്ല, നാളെ പോണം. പിന്നെ എന്തിനാ കടയും തുറന്നിങ്ങനെ ഇരിക്കുന്നത്? 1/2 കിലോ മുളക്. എടോ പരിക്കുട്ടി സാഹിബേ, ഉള്ളവൻ ഉണ്ണുമ്പോ ഒരു കരുത് മനമേന്ന ഒരു പഴഞ്ചൊല്ല്. ശരിയാ ശരിയാ. കുടുംബത്തിലിരിക്കുന്ന ഒരു മാനമര്യാദയായിട്ട് നേരെ വഴിക്ക് നടക്കണം. ഇല്ലെങ്കിലേ ഇതിലപ്പുറം സംഭവിക്കും. തനിക്കറിയാവോ? തനിക്ക് എന്തരിയാ വേണ്ടേ? കുത്തരി വേണോ, പൊക്കാളി വേണോ, നെല്ലരി വേണോ, പഴം വേണോ, ആനക്കൊമ്പം വേണോ? ആനക്കൊമ്പൻ എന്താ വില? 2 രൂപ. എന്നാ 2 കിലോ അരി കിട്ടുക. ആന്നില്ലേ? ഇവൻ കുറെ വായി നോക്കി നിൽക്കാൻ തുടങ്ങിട്ട്. എന്നാ കൊണ്ടുപോ. 1/4 കിലോ പുളി. അങ്ങേ കടയിൽ ഒരു ഉള്ളിയുണ്ടാ? പാപ്പി, നമ്മളെ ചാക്കോ സാറിന് നമ്മളെ പാതാലിലെ പുരയിടം വേണമെന്ന് പറഞ്ഞു. വില അല്പം കുറവാ. ഞാൻ 30,000 ചോദിച്ചു. 25 അയാൾ എടുക്കും. നീ ചാക്കോ സാറിനെ കണ്ട് എനിക്ക് സമ്മതമാണെന്ന് പറ. പക്ഷേ കാശ് ഇന്ന് തന്നെ കിട്ടണം. നാളെ ചരക്കിറക്കാനുള്ളതാ. കട ഒഴിഞ്ഞ് നടക്കുന്ന കണ്ടില്ലയോ? അവിടുത്തെ കച്ചവടം പൊടിക്ക് പക്ഷെ ഒക്കെ കടമാണ് കിട്ടാ. വല്യമ്മയ്ക്ക് എന്താ വേണ്ടേ? നീ എന്താ ഇങ്ങനെ നിക്കണം നോക്കിട്ട്? ഓപ്പി, അയാൾ പാറക്ക് തെങ്ങും തോപ്പ് വിറ്റെന്ന് പറഞ്ഞു. ശരിയാണോ? ആ, അത് നമ്മുടെ നേഴ്സ് ചോച്ചാമ മേടിച്ച് പേർഷ്യന്ന് കൊണ്ടുവന്ന പണവാ. നല്ല വില കിട്ടാ. നാളെ അതിനും കൂടുതൽ ചരക്ക് ഈ കിളയിൽ ഇറക്കണം. എടാ പാപ്പി, നീ പോകുന്ന വഴിക്ക് ആ കാതർക്കോട്
ലോറി നാളെ വേണമെന്ന് പറ. ഓ ആ ആ ആ ആ ആ അപ്പൊ ഞാൻ പോയേച്ച് വരാം അല്ലേ? ആ നീ പോയിച്ചോ. അപ്പൊ ഞാൻ പോയേച്ച് വരാം അല്ലേ? നീ പോയേച്ചും വരാന്. അല്ല ഞാൻ പോയേച്ച് നീ പോയേച്ച് വരാമെന്ന് മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ നോക്ക്, എന്റെ ഒരു കാശുമില്ല. നീ പോയി ആ ചാക്കോ സാറിനെ കണ്ടിട്ടു. അത് മതി. ഒരു മുപ്പത് വേണം മൂത്തത്. കടം പറയാനാണെങ്കിൽ ഇവിടെ കള്ളില്ല കേട്ടോ. ആ രാമച്ചോൻ എന്നെ അഴിയിട്ട് പറയുന്നു. ഓ രാമച്ചൻ രാമച്ചൻ എടുക്കാതെ ബാക്കി ഇങ്ങോട്ട് തന്നു വെച്ചാ മതി. എന്നാ രൂപ ഇങ്ങോട്ട് എടുക്കും. മേരി എന്നെ നോക്കി വളർത്തുന്നത് പോലെ വളർത്തുക. ഇതെല്ലാം ദൂരം മാത്രമേ ഉള്ളൂ. അത് മനസ്സിലിരിക്കട്ടെ, എന്റെ അത്ര ആഴ്ച കാണും. അമ്പി ഉണ്ടെങ്കിൽ രണ്ടു ഉപ്പിഞ്ഞു കൊടുക്കുക. തൊടാമല്ലതും ഒട്ടിക്കത്തെ വിലയല്ലേ നിന്റെയൊക്കെ. ഒരു പച്ചമുളകും രണ്ടു ഉപ്പും മതി. പിന്നെ ഇവിടെ വെടിയിറച്ചി എന്തുകൊണ്ട്? കൊക്കുണ്ട്, കൊക്ക്. എന്നാലേ വെടിയിറച്ചി ഉള്ളത് മുഴുവനും ഒരു 3 കുപ്പി തള്ളും. എളുപ്പം ചൂണ്ട. ഇന്ന് വിഷുവാ, നേരത്തെ പോണം അല്ലേ? പെരിയിറച്ചി കുറച്ച് എനിക്കും വേണം. നിന്നെ കണ്ടിട്ട് കുറെ കാലം ആയല്ലോടാ ബാപ്പി. നീ എവിടെയാ ഇപ്പൊ? ജോലിയും പണിയൊക്കെ ഉണ്ടോടാ? അങ്ങനെ കഴിയുന്നവരാണ്. എന്താണോ ഞാൻ ആദ്യം ഓർഡർ ചെയ്തേ? എന്നാ എനിക്ക് കണ്ണു പിടിക്കില്ലയോ? കൃത്യമായി കാശ് കൊടുക്കുന്ന മാന്യന്മാർക്ക് ആദ്യം കൊടുക്കും അല്ലേടാ ചൂട? ഒന്ന് വെറുതെ എരി പിള്ളാച്ച. അപ്പൊ വഴക്കുണ്ടാക്കല്ലേ. ഞാൻ ഇപ്പൊ കൊണ്ടുവരാൻ പറയും നോക്കളെ. എടാ സൂണ, എന്റെ പറ്റിൽ ഒരു കുപ്പി കള്ളി പാത്തിക്കൂടാ. സൂണ, എന്റെ പറ്റിൽ 2 കുപ്പിക്കുള്ള പാപ്പിക്കോള. നല്ല കപ്പയും മത്തിയും കാണും, നീ മേടിച്ച് കഴിച്ചോ. എടാ പാപ്പി, നിനക്ക് കോഴിയൊക്കെ വലിയ ഇഷ്ടം. എന്റെ കണക്കില് 2 പ്ലേറ്റ് വാങ്ങിച്ചു തിന്നു. ആ കൂടിയടാ. പുതുപ്പള്ളി തന്നിൽ വാഴുന്ന എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അമ്മായി. തൃശ്ശൂർ പൂരത്തിലുള്ള പടക്കോപ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. മെഡിക്കാറ്റ് ബൈ ഭാർഗവൻ നായർ MA/MLT. അമ്മായിയെ ആ തീയും കൊണ്ടെടുത്തോ, കത്തിക്കോ. അമ്മായിയെ മാറിക്കോ. ഇതിപ്പോ കൊട്ടും. താമസമുണ്ട്. കാരണം ഇത് ജപ്പാനിൽ കൊണ്ടുവന്നതാണ്. ഐസ് ബോക്സിൽ വെച്ച് കൊണ്ടുവന്ന കാരണം അടുത്തുപോയി. എല്ലാം കത്തിയുടെ വർഗമാണ്. എല്ലാം കത്തിയിട്ട് നിങ്ങളെന്താ
വാരിട്ട് കത്തിക്കണേ. നീ മോളെ എല്ലാരും കത്തിക്കണേ. അമ്മേനെ ഒരു വിഷ്ണു നീ പോടാ അവിടുന്ന്. ജീപ്പ് വാങ്ങിക്കാനാണ് കൂടെയാവുള്ളത്. അയ്യോ ഈശ്വരനാണ് സത്യം. തൊമ്മി ചന്തയിൽ പോയിരിക്കുക. അയ്യാരുടെ ജീപ്പാ വാങ്ങിക്കാൻ പോകുന്നത്. പിന്നെ കേട്ടോ, നിങ്ങൾ എന്താ ഈ ഓർത്തോണ്ടിരിക്കുന്നത്? പിന്നെ എന്താ പറഞ്ഞത്? പുന്നമുട്ടിക്കാര് ജീപ്പ് വാങ്ങിക്കാൻ പോകുന്നെന്ന്. ഈ കാളവണ്ടി മിറ്റത്തിട്ടോണ്ടിരുന്നാ നമുക്ക് ക്ഷീണമാ. ക്ഷീണമാണോന്നോ? പിന്നെ ഇവിടെ ജീവിക്കാൻ നോക്കൂ. അച്ചാമ്മച്ചടുത്ത് ജീപ്പ് കയറി പള്ളിയിൽ പോകുന്നത് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം. അവള് പിന്നെ നിലത്തെങ്ങും നിൽക്കല്ല എന്റെ അമ്മോ. ജീപ്പ് മേടിച്ചാ മലയാറ്റൂർ പള്ളിയിൽ പോകണമെന്നൊക്കെ പറയുന്നത് കേട്ടു. അതിന് ഇവിടെ തുണയുണ്ടെങ്കിലല്ലേ വേണ്ടു. ആണോന്നും പറഞ്ഞ് നടക്കുന്നു. എടാ ഭാർഗവ, ഇവിടുന്ന് ഗുരുവായൂർ അമ്പലത്തേക്ക് എത്ര മൈൽ ദൂരമുണ്ട്? ഗുരുവായൂർക്ക് ഇപ്പോ കുറ്റിപ്പുറം വഴിയാണെങ്കിൽ ഞാൻ പറയാം 10 8 18 2 20 24 24 2 26 ഒരു വളവുണ്ട്. ഭാർഗവ, താമനോടെ ജീപ്പ് കൊണ്ട് കൊണ്ടുവരാൻ പറ. ഞാനിപ്പോ പറയാം. എന്റെ ഗുരുവായൂരപ്പ, നമുക്കവിടെ മുമ്പിലിട്ട് ഓടിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കണം. ആ തൊമ്മിയെ നിർത്ത് നിർത്ത് നിർത്ത്. നിന്നെ കണ്ടത് നന്നായി പോലെ. അറക്കിലെ കാര്യം ഞാൻ ശരിയാക്കി. ദേവിയമ്മയെ പിരികേറ്റി 4 വർഷം ഞാൻ വീഴ്ത്തി. ഇനിയിപ്പോ ദാമു ജീപ്പ് തരുമാവോ? അറിയാതെ ജീപ്പ് വിൽക്കാൻ പോവാന്ന് കേട്ടു. നീ പറയിച്ച് മാപ്പിളോട് ചെന്ന് പറ 4 വർഷം ജീപ്പ് വാങ്ങിക്കാൻ പോകും. അവിടെ കൂറ കുത്താൻ കാശില്ല, അപ്പഴാ ജീപ്പ് വാങ്ങിക്കുന്നു. എടാ നീ ഒന്ന് ചെന്ന് പറയടാ, കാശൊക്കെ ഉണ്ടായിക്കോളൂ. നമുക്ക് 1000 രൂപ കമ്മീഷൻ കിട്ടുന്നല്ലേ? ഞാനേ ആരൊക്കെ നോക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് ജീപ്പുമായിട്ട് നാണുമാശന്റെ മുറ്റത്ത് വാ കേട്ടോ. സൈക്കിള് എന്നാ ഏതായാലും എന്റെ കയ്യിൽ ഇരിക്കട്ടെ. അല്ലേ ചായ ഒടിച്ചിട്ട് മുറിക്കാ പോരായിരുന്നോ? ഇത് നീ കുടിച്ചോ. ആ പാലക്കിലെ തെങ്ങും തൊപ്പി വിൽക്കണ്ടായിരുന്നു. 10 തേങ്ങ കിട്ടുന്ന സ്ഥലമല്ലേ? നീ എന്താ പറയുന്നത്? കടക്ക് സാധനങ്ങൾ വേണ്ടായോ? മറ്റവനപ്പുറത്ത് നിന്ന് പൊടി പൊടിച്ച് വിൽക്കുന്നു. ആ സാരല്ല, അവരെ പാലക്കിലെ പുരയിടവും വിറ്റു. അറിഞ്ഞോ, നാണുപിള്ള ജീപ്പ് വാങ്ങിക്കാൻ കൂടും. കാറ് മേടിക്കും. ദാമുവിന്റെ ജീപ്പാ അഡ്വാൻസ് കൊടുത്തു. അമ്പടി, അവള് ജീപ്പിൽ കയറി നെളിഞ്ഞിരിക്കുമ്പോ ഞാൻ നടന്നു പോവാനോ? നാണുപിള്ള മുമ്പിലിരിക്കും, ദേവകിയമ്മയും നളിനി ബാക്കിലിരിക്കും. ഭാർഗവൻ പറഞ്ഞതേ പ്രഭാകരൻ ഓടിക്കാൻ പോവാണെന്ന്. കടക്കാരാ ഓടിക്കാൻ പോകുന്നത്. ഇപ്പൊ തന്നെ കടം കയറി തലയ്ക്ക് മുകളിലായി. ഇനിയിപ്പൊ ജീപ്പ് വാങ്ങിക്കാത്ത കുറവ് കൂടെ ഉള്ളൂ. എന്ത് വിറ്റാലും സാരമില്ല, ജീപ്പ് നമുക്കും മേടിക്കണം. ദാമുവിന്റെ ജീപ്പിനേക്കാൾ നല്ലത് അരിയായുടെ ജീപ്പാ. നമുക്കത് വാങ്ങിച്ചാൽ മതി. നമുക്കത് തന്നെ മേടിക്കണം. അവൾ അങ്ങനെ ഞെളിയരുതല്ലോ. ഭാർഗവൻ പോയിട്ട് കാണാനില്ലല്ലോ അമ്മേ. അമ്മേ ഇതാ ജീപ്പ് വന്നു. അമ്മായി ജീപ്പ് വന്ന്, നമ്മളെ ജീപ്പ് വന്ന്. വരുമ്പോ ചൂളം വിളിക്കാൻ ഇവിടെ ഉണ്ട്. ചൂടല്ല അമ്മായി, ഹോർണാണ് ഹോർണം. അമ്മായി വലത് കാലിച്ച് കയറും, വലത് കാലിച്ച് വലത് കാലം വെച്ച് കയറാൻ അമ്മായി. അല്ല ബ്രേക്ക് കൊണ്ടിരുന്നു, ബ്രേക്ക് ബ്രേക്കാണ് ബ്രേക്കാണത്. അമ്മായി ഇതാ ഹോർണം, ഇതാണോ ഹോർണം? അമർത്ത് ഉറക്കി അമർത്ത്. അമ്മായി അച്ചാമച്ചടുത്ത് കയറിണ്ട്. ദേവകിയമ്മയുടെ വീട്ടിലേക്ക് കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞ വിശ്വസിച്ചോ? നമുക്ക് ആദ്യം വാങ്ങിക്കേണ്ടതായിരുന്നു. നമുക്ക് മേടിക്കാം. ചായ വിലയിൽ മാറ്റമൊന്നുമില്ല. നേരത്തെ പറഞ്ഞോളൂ, ഒറ്റ വരിക. എടാ, നമുക്ക് ആ കട വരെ ഡ്രൈവറെ വണ്ടി എടുക്ക് പോ.
ഞാൻ കൂടി ഒന്ന് കാണാൻ. അമ്മായി മുകളിൽ കയറണം അമ്മായി. ഇവിടെ എന്ത് പിടുത്താണ് അമ്മായി ഇത്? ഉള്ളിൽ കയറി വേഗം വിട്ടോ ഡ്രൈവറെ. കമ്പയെ പിടിച്ചാൽ മതി. കമ്പയെ പിടിച്ചാൽ ഇന്നിങ്ങനെ ഉറങ്ങണമെങ്കിൽ ഈ മുറ്റത്ത് ജീപ്പ് വരണം. നമ്മൾ കാരണം 2 കുടുംബങ്ങൾ നശിക്കുന്നു. ഞാൻ കാരണം നീ ഗർഭിണിയാണ്. നീ എന്തിനാ കള്ളം പറഞ്ഞത്? മറ്റൊരു വഴിയും കണ്ടില്ല. പ്രഭേട്ടന്റെ കല്യാണക്കാരി എന്തായി? അത് വേണ്ടെന്ന് വെച്ചു. പക്ഷേ മറ്റൊന്ന് ശക്തിയായി വരുന്നു. ഭാർഗവി അമ്മയുടെ മകൾ രമണി. ഇത് എത്ര കാലം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകും? എന്റെ അച്ഛനും നിന്റെ അപ്പച്ചനും തളരുന്നതുവരെ. അപ്പച്ചനാകെ തകർന്നിരിക്കുന്നു. വാശി കൊണ്ട് പിടിച്ചു നിൽക്കുന്നതാ. ഒറ്റയ്ക്കാവുമ്പോ മുറിയിലിരുന്ന് കരയുന്ന കാണാം. എന്റെ വീട്ടിലും സ്ഥിതി അതൊക്കെ തന്നെ. ഇനി നമ്മൾ ഒന്നുമില്ലാത്തവരാകുമ്പോ വീണ്ടും പഴയ പോലെ സ്നേഹത്തിലാകും. ഇവളെന്റെ അനിയത്തിയാണ്. പക്ഷെ അവളെ അടിക്കുന്നത് എന്റെ മുമ്പിൽ നിന്ന് വേണ്ട. അടിച്ചാൽ എന്ത് ചെയ്യും? അടിച്ചാളിനെ ഞാൻ അടിക്കേണ്ടി വരും. ബേബി, നമ്മൾ തമ്മിൽ ഇത് വേണ്ട. നിന്നെ മുമ്പേ കൊല്ലേണ്ടതായിരുന്നു. എങ്കിൽ 2 കുടുംബങ്ങൾ രക്ഷപ്പെട്ടാനെ. ഇന്ന് നിന്നെ വെറുതെ വിടുന്നു. ഇന്ന് നിങ്ങളെ എങ്ങനെ കണ്ടാൽ നമ്മൾ ആരുടെയെങ്കിലും സമമായിരിക്കും നിർത്തി വീഴുക. അടി ഞങ്ങളൊക്കെ മീൻ കൂട്ടും. അല്ല, നീ നിന്റെ ജാതിക്കാർക്ക് മീൻ കൊടുക്കത്തുള്ളത് നിർബന്ധമുണ്ടോ? അയ്യോ, എനിക്ക് അങ്ങനൊന്നുമില്ല ഒറ്റമ്മ. കാശ് തരുന്ന ആരാണോ ഞാൻ അവർക്ക് കൊടുക്കും. മീന് പകരം നിന്നെ സെന്റിന്റെ നാട്ടാണല്ലോടി. എന്റെ മീനിന് ഈ മണം തന്നെയാണ്. നിനക്ക് എവിടുന്നാണ് ഈ സെന്റ് കിട്ടുന്നേ? കാശ് കൊടുത്തിട്ട് ഇത്രയും പോകുന്നൊരു കുപ്പിക്ക് 9 രൂപയാണ്. എടി, എന്റെ മേത്ത് പെരട്ടിയാ അതിന്റെ മണം അപ്പുറത്ത് കേൾക്കൂടി. പിന്നെ 4 അയൽവക്കത്ത് കേൾക്കും. എന്നാ എത്ര രൂപയായാലും വേണ്ടിയില്ല, ഒരു കുപ്പി എനിക്കൂടെ കൊണ്ടുപോകാം. മീൻ വേണേ മേടിക്ക്. അച്ചാമ്മത്തെ അടുത്ത് പറഞ്ഞിട്ട് കൊണ്ടുവന്നാ. അവിടെ മൂക്ക് കൊടുക്കാനായിരിക്കും. വാക്കോളല്ലേ? അത് ശരിയാണോ ചുമ്മാ? ആ കൊച്ചിന് വയറ്റിലുണ്ട? പിന്നെ ഇവിടുത്തെ പ്രധാനല്ലേ അതിന്റെ ആള്. ഷോ, എന്റെ കർത്താവേ. എന്നിട്ട് അവക്ക് അത് വരണം. അവിടെ നഗരത്തിന് അത് കിട്ടിയാ പോരാ. നളിനി, ആ ചട്ടി ഇഞ്ഞെടുത്തോണ്ട് വാ. കാശ് നാളെ തന്നാ പോരായോടി. അയ്യോ, പറ്റിയോ ചുമ്മാ? ഇവിടെ ഇത് വിറ്റിട്ട് 100 കൂട്ടം കാര്യങ്ങളുള്ളതാ. നാളെ തന്നെ അങ്ങ് തന്നേക്കാൻ വേണ്ടി. അയ്യോ, പറ്റിയല്ലോ ചുമ്മാ. നമ്മുടെ ജീപ്പിന്റെ ബാക്കി കായ് കിട്ടിയില്ലല്ലോ വറീച്ച മുതലാളി. തരാമല്ലിയാരെ, ഇപ്പൊ അല്പം ഞെരുക്കത്തില്ല. ഒരാഴ്ചക്കുള്ളിൽ തന്നേക്കാം. 1ഉം 2ഉം രൂപയായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. ഇത് 10,000 രൂപയില്ലേ? അപ്പച്ച, ഇന്നും നാളെയെന്നും പറഞ്ഞ് അലിയാരേഖനെ നിർത്തി വിഷമിപ്പിച്ചിട്ട് കാര്യമില്ല. ഒരു 15 ദിവസമെങ്കിലും കഴിയാതെ നമുക്ക് ഈ കാശ് കൊടുക്കാൻ ഒക്കെയല്ലേ? അയ്യോ, അതൊക്കൂല. ഇപ്പൊ കൊടുത്ത കായ് തരാൻ ആളുകൾ ഇഷ്ടമാതിരി ഉണ്ട്. എന്നാ അവർക്ക് ആർക്കെങ്കിലും കൊടുക്കുകയായിരിക്കും നല്ലത്. ഒരു 15 ദിവസം ഞങ്ങൾക്ക് ക്ഷമിച്ചൂടെ? 15 ദിവസം കഴിഞ്ഞ കായ് കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? നിനക്ക് അത്ര വിശ്വാസം ഇല്ലെങ്കിൽ നിന്റെ വണ്ടി നീ തന്നെ കൊണ്ടുവയ്ക്കോ. ആ താക്കോലം കൂടെ. അങ്ങനെ ദേഷ്യപ്പെടാനല്ല നമ്മൾ പറഞ്ഞത്. കായിന്റെ വലിവ് കൊണ്ട് പറഞ്ഞു പോയതാ. ആ നിൽക്കു മുതലാളി. വേണ്ട വേണ്ട, ഇനി തന്റെ ജീപ്പ് എനിക്ക് വേണ്ട. താൻ മേടിച്ച കാശിനി എന്നിട്ടാ മതി. അങ്ങനെ പോകല്ല വറീച്ച മുതലാളി. നമ്മൾ പറയണതൊന്ന് കേക്ക്. പുന്നമൂട്ടി പറയിച്ചാൽ ആരുടെ മുമ്പിലും തോറ്റിട്ടില്ലടാ. അതാ നല്ലത് അലിയാരെ. ഈ ജീപ്പ് കൊണ്ട് വീട്ടിൽ ഒരു ആവശ്യമില്ല. കടം കയറി, കട 2 പൂട്ടി. ഇനിയിപ്പോ
ഇതും കൂടി നോക്കി നടത്താൻ അപ്പച്ചന് സാധിക്കില്ല. ബേബി കുഞ്ഞ് ജീപ്പ് കൊണ്ടുപോയിക്കോ, നമ്മൾ പിന്നെ വീട്ടിലേക്ക് വന്നോളാം. വേണ്ട നേരെ, ഈ ജീപ്പ് ആർക്കെങ്കിലും കൊടുത്തിട്ട് ഞങ്ങൾക്ക് തരാനുള്ള കാശ് കൊണ്ട് തന്നാൽ മതി. ഇപ്പൊ അത് കിട്ടിയാൽ വേറെ ഒരുപാട് കാര്യങ്ങൾ നടത്താം. ഇതാ താക്കോല്. എന്നാ പിന്നെ ഈ സൈക്കിള് കൊണ്ടുപോയിക്കോളൂ ബേബി കുഞ്ഞ്. തൊമ്മീനെ ഏൽപ്പിച്ചാ മതി. വേണ്ട നേരെ, ഞാൻ നടന്നു പൊക്കോളാം. വന്നില്ല. മരിക്കുന്നതിന് മുമ്പ് അയാളെ കാണാനൊക്കെയില്ല. ഞാൻ മരിച്ചാ പിന്നെ അയാൾ എങ്ങനെ ജീവിക്കും? ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവൻ ഒന്നല്ലേ? അച്ഛാ, അയാളോട് പറയണം, പോകാൻ നേരത്ത് ഞാൻ അന്വേഷിച്ചെന്ന്. അധികം സംസാരിക്കണ്ട. അച്ഛനറിയാമോ, ഞങ്ങൾ പകല കളിക്കുമ്പോ വഴക്കിടും. രണ്ടുപേരും മുഖവും വെറുപ്പിച്ച് മാറിയിരിക്കും. നാളും വലിയ വാശിക്കാരനാണ്. ഞാൻ തോറ്റു കൊടുക്കാൻ വേണ്ടി അയാൾ കാത്തിരിക്കും. അയാൾ തോറ്റു തരാൻ വേണ്ടി ഞാനും കാത്തിരിക്കും. അവസാനം
എനിക്ക് സമയം തന്നില്ല. ഇനി ഞാനതൊക്കെ ആരോട് പറയും? തനിക്ക് അവിടെ ഒരു കൂട്ട് വേണ്ടേടോ? പാവം ഈ കിളവനെ കൂടി. നിഴൽ വീണുറങ്ങുമീ വഴിയമ്പലത്തിൽ നിന്നെ ഞാനിന്നു കണ്ടു. ഞാൻ നിന്റെ